സന്തോഷത്തോടു കൂടി പകൽക്കാലമായിരിക്കുന്നു. कितने लोग आनंदित हैं? കർത്താവിന്റെ ദാസൻ ദാസി നമ്മുടെ നടുവിലുണ്ട്. परमेश्वर दास दासी हमारे बीच ഒരു में പ്രാവശ്യം കൂടെ അവരെ വെൽക്കം ചെയ്യുകയാണ്. और एक बार उन्हें स्वागत करते हैं. പാസ്റ്റർ ഇങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ പലരും എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് പാസ്റ്റർ, ഞങ്ങളുടെ പാസ്റ്ററാണ് എന്നൊക്കെ പറവാനിടയായി തീർന്നു. जब पास्टर यहाँ आ रहे करके कहा तो अमेरिका से काफी सारे लोगों ने मुझे फोन करके बोला कि बहुत ही आशीषित पास्टर है. ഒത്തിരി സന്തോഷം തോന്നി. मुझे बहुत अच्छा നമ്മുടെ लगा ചർച്ചിന് ഇങ്ങനെ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ അനുഭവിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതില്ല. कि हमारे कलीसिया को इनके सेवकाई का एक मौका मिला है. അലൻ ബ്രദർ ഫാമിലിയോടുള്ള ബന്ധത്തിലാണ് അവർ ഈ പ്രാവശ്യം ബോംബെയിൽ ഇവിടെ ആയിരിക്കുന്നത്. एलन ब्रदर और फैमिली के रिलेशन में वो मुंबई में आया है. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അലൻ ബ്രദർ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. നമുക്ക് അങ്ങനെ ഒരു സമയം ക്രമീകരിക്കാൻ ഇടയാതെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. जब एलन ब्रदर ने कहा तो मुझे अच्छा लगा कि हम भी ऐसे एक समय अरेंज कर पाए. കർത്താവിന്റെ ദാസന് അമേരിക്കയിൽ ഡാലസ് സിറ്റിയിൽ നോർത്ത് ഡാലസ് ചർച്ച് ബോർഡ് ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസനാണ്. कि परमेश्वर के दास जो है अमेरिका में डालस में वहाँ सेवकाई में है. എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഹിന്ദിയിൽ സംസാരിക്കല്ലേ? पास्टर हिंदी में भी बात करते हैं. പാസ്റ്റർ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എല്ലാം പറയുന്ന പാസ്റ്ററാണ്. पास्टर हिंदी इंग्लिश मलयालम सब कहते हैं. എന്നോട് ആരോ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ മലയാളം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ പാസ്റ്റർ കേരളത്തിൻ്റെ വെളിയിൽ ജനിച്ചു വളർന്നത് കൊണ്ട് മലയാളം നമ്മളെപ്പോലെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും തനിയെ മലയാളമൊക്കെ പഠിച്ച് മലയാളത്തിൽ നന്നായി ശുശ്രൂഷിക്കുന്നത് കാണുവാനിടയെ തീർന്നു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. कि पास्टर केरला के बाहर पढ़ाई के उसके बावजूद पढ़ाया मलयालम को अच्छी तरह से पढ़ के अच्छी तरह से सेवकाई भी करते ഈ हैं. തലമുറയിൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ, इस पीढ़ी में बहुत ही सामर्थ से उपयोगित होने वाला, ആഴത്തിലുള്ള വചന വെളിപ്പാടോടുകൂടെ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു ദൈവദാസൻ. गहराई में परमेश्वर के वचन से जो इस्तेमाल. സോ ഐ വെൽക്കം പാസ്റ്റർ പ്രകാശ് മാത്യു. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്വാഗതം हाथ ताली बजा के स्वागत. താങ്ക് യു പാസ്റ്റർ ഫോർ ബീയിങ് വിത്ത് us. Praise the Lord. Praise the Lord. परमेश्वर की स्तुति हो. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഫിനി യോഹന്നാൻ, यहाँ सेवकाई करने वाला परमेश्वर के दास पास्टर फिनी योहनान, കുടുംബം, कुटुंब, ചർച്ചിൻ്റെ ലീഡർഷിപ്പ്, चर्च के लीडरशिप, വർഷിപ്പ് ടീം, वर्शिप टीम, വിശേഷാൽ പ്രിയ അലനങ്കൽ ഫാമിലി, खास तौर पर अलन अंकल और फैमिली. അവരോട് ഉള്ള ബന്ധത്തിലാണ് ഞാൻ ഇപ്പോൾ ബോംബെയിൽ വന്ന് താമസിച്ചത്. उनके द्वारा मैं अभी मुंबई में आके रह रहा हूँ. വളരെ സൂപ്പർഫ്ലൂസ് ആയ ഹോസ്പിറ്റാലിറ്റിയുടെ ഉടമകളാണ് അവർ. वो बहुत ही अच्छा एक हॉस्पिटलिटी बताता है वो. ബാക്ക് ഇൻ ദ ഡേ എനിക്കറിയാം ഒരു വചനത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. और वही नहीं, वो वचन को बहुत प्रेम करने वाला कुटुंब है. ദൈവം അവരെ വീണ്ടും ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തട്ടെ. परमेश्वर और उन्हें सामर्थ्यशाली से परमेश्वर के लिए इस्तेमाल करें. ഒരു സ്തോത്രം കൂടെ പറയാമോ? एक धन्यवाद देंगे. ഹല്ലേലൂയ. ഇന്ന് ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഞാൻ നോർത്ത് ഡാലസിൽ ശുശ്രൂഷിക്കുന്നു. നോർത്ത് ഡാലസിലെ ഞങ്ങളുടെ പല ഫാമിലീസും ആസാദി ടി വി സ്ഥിരമായി കാണുന്നവരും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നവരാണ്. ആൾക്കാരോടൊക്കെ പറയും ഇത് കാണണം, ഇത് കാണണം. അങ്ങനെ അവരിൽ നിന്ന് കേട്ടാണ് ഞാൻ ഈ മിനിസ്ട്രിയെ പറ്റി അധികവും അറിഞ്ഞത്. पासवान जी हैं, नॉर्थ डायलस में रहते हैं, वहाँ सेवका भी करते हैं. वहाँ के उनके कलीसिया के काफ़ी सारे लोग हैं जो अपने आज़ादी जो है उसको देखते हैं, और वो देखते हैं नहीं, प्रमोट भी करते हैं. उसके द्वारा पास्टर ने भी सेवका के बारे में जाना है. മിനിസ്ട്രി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, വീണ്ടും ഒത്തിരി അധികം പേർക്ക് പ്രയോജനമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. जो बहुत सारे लोगों को एक आशीषित बने, इस प्रकार मैं प्रार्थना करता हूँ. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. വണ്ടർഫുൾ. ഇനി അധികം മുഖവരെയൊന്നും കൂടാതെ ദൈവവചനത്തിലേക്കൊന്ന് കടക്കണമെന്നുണ്ട്. പക്ഷെ ഒരു 2 വാക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഒന്ന് പാസ്റ്റർ പറഞ്ഞു ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, എന്നിട്ട് ഞാൻ പഠിച്ചെടുത്തതാണ്. അങ്ങനെയല്ല സംഭവം. ഞാൻ മലയാളം പഠിച്ചെടുത്തതല്ല, കർത്താവ് മലയാളം ചുമ്മാ ഇങ്ങ് ഡൗൺലോഡ് ചെയ്തതാണ്. आमेन. कि मुझे गवाही बोलना नहीं, फिर भी 1-2 बात गवाही दे के मैं आगे बढ़ना चाहूँगा. जिसे पासवान ने कहा मैं मलयालम नहीं जानता, मलयालम सीख के लिया, वैसा नहीं, मुझे मलयालम डाउनलोड करके मिला है. തമാശയല്ല പറയുന്നേ, मैं मजाक नहीं कर रहे हैं. എൻ്റെ അമ്മച്ചി ആ ഈ പോലും പഠിച്ചിട്ടില്ലായിരുന്നു.
मैंने आ ई भी नहीं पढ़ा है. എൻ്റെ ഒരമ്മച്ചി അങ്ങനെ, ഒരമ്മച്ചി ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അങ്ങനെ मेरी दादी माँ आ ई भी नहीं पढ़ी थी. so she got saved, രക്ഷിക്കപ്പെട്ടു. बट പക്ഷേ उद्धार पाई. അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടില്ല. दादाजी जो है उद्धार नहीं पाए. അപ്പച്ചൻ പറഞ്ഞു നീ വേണേ പോക്കോ, കാരണം അമ്മച്ചി സ്മോൾ പോക്സ് വന്ന് മരിക്കാൻ കിടന്ന അപ്പച്ചൻ കോഫിൻ തപ്പാൻ പോയ സമയത്ത് ദൈവം അത്ഭുതകരമായി അമ്മച്ചിയെ സൗഖ്യമാക്കിയതാ. അപ്പച്ചൻ പറഞ്ഞു എന്നാ പിന്നെ നീ കർത്താവിനെ വിളിച്ചോ, ഞാൻ വരൂല്ല എന്ന് പറഞ്ഞു. मेरी अम्मची मेरी दादी जो है कि उनको चिकन पॉक्स होके गुजरने वाली थी, स्मॉल पॉक्स बन के गुजरने वाली थी, तब वो कॉफिन बॉक्स ढूंढ के गए. तब जाके परमेश्वर ने चमत्कार किया, तो बोला कि तुझे जाना तो जा, लेकिन मैं नहीं आऊंगा. ഒരു അരമുക്കാ മണിക്കൂർ അമ്മച്ചി കിടന്നിരുന്ന മുറിയില് അമ്മച്ചി യേശു എന്ന് ഒരു പേര് പോലും അറിയത്തില്ല അമ്മച്ചിക്ക്. ഇങ്ങനെ ഒരാള് വെളിച്ചം നിറഞ്ഞവനായിട്ട് തൂങ്ങിക്കിടക്കുന്നത് അമ്മച്ചി കണ്ടു. ആ വെളിച്ചം തീർന്നപ്പോ അമ്മച്ചിയുടെ സ്മോൾ പോക്സ് തീർന്നുപോയി. कि दादी माँ को पता नहीं था यीशु के बारे में कुछ, लेकिन उन्होंने एक प्रकाश देखा कि ऐसा एक सूली में एक लटका हुआ है. जैसे वो प्रकाश खत्म हुआ, उनके जो स्मॉल पॉक्स हो भी गया. അപ്പോൾ അങ്ങനെ അമ്മച്ചി രക്ഷിക്കപ്പെട്ടു, പക്ഷെ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടില്ല, ഇഷ്ടമല്ലായിരുന്നു. वैसे वो उद्धार पाए, लेकिन जो दादाजी है वो उद्धार नहीं पाया. അങ്ങനെ ഇരിക്കുമ്പം അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലാത്ത അമ്മച്ചി ഒരു ദിവസം അപ്പച്ചൻ വീട്ടിൽ വരുമ്പോ വേദപുസ്തകം വായിക്കുന്ന അപ്പച്ചൻ കണ്ടു. तो वैसा क्या हुआ कि एक दिन जो लिखा पढ़ा नहीं सीखा हुआ जो दादी माँ है कि वो वचन को पढ़ते हुए मेरे दादाजी ने देखा. അത് കണ്ട എൻ്റെ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടത്. वो देख के मेरा दादाजी उद्धार पाया. സ്മോൾ പോക്സ് മാറുന്നതൊന്നും വലിയ കാര്യമല്ലായിരുന്നു, പക്ഷെ അക്ഷരം പഠിക്കാത്ത ആൾ എങ്ങനെ വായിക്കുന്നതെന്ന് അപ്പച്ചന് പിടികിട്ടിയില്ല. അപ്പച്ചൻ പറഞ്ഞു യേശുവിനെ എനിക്കിവിടെ വേണമെന്ന്. तो ये स्मॉल पॉक्स जाना कोई बड़ी बात नहीं थी, लेकिन अनपढ़ गवार जो बोलता अक्षर पढ़ना नहीं, अनपढ़ गवार नहीं, अक्षर पढ़ना नहीं जानता, तो वो पढ़ते हुए देख के बोला मुझे यीशु को ग्रहण करना है. പലപ്പോഴും ഉണ്ടല്ലോ എനിക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു ദൂത് പറയാനായിട്ട് തോന്നുവാ, ഞാൻ സാക്ഷ്യം പറയാനായിട്ട് തുടങ്ങി. പക്ഷെ നമ്മൾ ചില ഏരിയകളിൽ അത്ഭുതം വിശ്വസിക്കാൻ തയ്യാറാ, ചില ഏരിയ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറല്ല. ദൈവത്തിന് എല്ലാ മേഖലയും തൊടുന്ന ദൈവമാണ്. मैं वचन बोलने के लिए कहा, लेकिन परमेश्वर की भविष्यवाणी देते. कुछ लोग हैं कुछ एरिया में मंडल में परमेश्वर को विश्वास करते हैं, कुछ मंडल में विश्वास नहीं करते, लेकिन परमेश्वर हर एक मंडल में काम कर सकता है. ഓ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന വഴി ഒരാൾ ചോദിച്ചു, അച്ചച്ച ഒരു പാസ്റ്ററാണ്, അച്ചച്ച കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയം തോന്നിയിട്ടില്ലാത്ത ഏത് സാധനമാണ് കർത്താവ് നമുക്ക് തരുന്നത്, അതോ ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ഉള്ളോ? कि एयरपोर्ट की ओर आ रहा था, एक पासवान ने इस प्रकार बोला कि भाई कि आंखों ने नहीं देखा, मन में नहीं सुना, कि दिल में नहीं आया, ऐसे क्या चीज़ है जो परमेश्वर देने वाला है, यहाँ है कि स्वर्ग में जाने के बाद देने वाला है. നിങ്ങൾക്ക് കാഴ്ച ദൈവം തന്നാൽ അല്ലെങ്കിൽ ഒരു ജോലി തന്നാൽ അതെല്ലാവർക്കും കിട്ടുന്നതല്ലേ നമുക്ക് തോന്നും. പക്ഷെ ആ തരുന്ന രീതി കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോകും, ഇങ്ങനെയും സംഭവിക്കാൻ ഒക്കുമോ എന്ന്. कि एक नौकरी तो कोई भी दे सकते हैं, लेकिन उसका जो तरीका को देख के आप झटका खाओ कि ऐसे भी दे सकते हैं क्या. നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. जो हुआ एक घटना आपको बताता हूँ. ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. एक साइंटिस्ट था, അദ്ദേഹം ഓസ്ട്രേലിയയിൽ ഒരു കോൺഫറൻസിന് പോയി. वो ऑस्ट्रेलिया में कॉन्फ्रेंस में गया. അദ്ദേഹം അല്പം ധൈര്യശാലിയാണ്, സാധാരണ മനുഷ്യരെക്കാളും ഇച്ചിരി ധൈര്യം കൂടുതലാണ് അദ്ദേഹത്തിന്. उनको एक धैर्यशाली व्यक्ति था. अननेसेसरली करेजियस, कि वो एक असाधारण धैर्य था. असाधारण नहीं, अच्छा उतना धैर्य नहीं था. नहीं, he unnecessarily courageous. He is sometimes foolishly courageous. ओके, जो जहाँ जरूरत नहीं है वो धैर्य बताता था. So he went to Australia, and after the conference in the evening, the bus organizers told them about the next day's program. അടുത്ത ദിവസത്തെ കാര്യങ്ങൾ ബസ്സിലെ ഓർഗനൈസേഴ്സ് പറയുകയുണ്ടായി ഇംഗ്ലീഷിൽ. वो ऑस्ट्रेलिया में गया तो वहाँ का जो ऑर्गेनाइजर ने जो है वो बताया कि अगला दिन का क्या प्रोग्राम्स है. മലയാളിയായ ഈ ചേട്ടന് അവരുടെ ഇംഗ്ലീഷ് മനസ്സിലായില്ല. जो मलयाली था इनको जो है कि उनका इंग्लिश समझ में नहीं आया. പക്ഷേ ഇദ്ദേഹം സയന്റിസ്റ്റ് അല്ലേ, നാണക്കേടല്ലേ പ്ലീസ് എക്സ്പ്ലെയിൻ എന്ന് പറയാൻ. कि साइंटिस्ट था, इनको शर्म आ रहा था कि फिर से बताओ कहने के लिए. അവര് പറഞ്ഞത് നാളെ 7 മണിയാകുമ്പോൾ ബസ് പോകും, നേരത്തും കാലത്തും ബസ് വന്ന് കയറണമെന്നായിരുന്നു. ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. उनको कहा कि कल सुबह बस जाएगा 7 बजे, समय पे आके बस पे चढ़ जाना. ഇദ്ദേഹം 6:30 ആയപ്പം വാടകയ്ക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് ഓസ്ട്രേലിയ സൈക്കിൾ ചെയ്യാൻ പോയി. തിരിച്ചു വന്നത് 8 മണിക്ക്. कि वो क्या है कि सुबह उठ के साइकिल लेके भाड़े पे साइकिलिंग करने के आया 8 बजे. 8 മണിക്കോ 7:30 എങ്ങാണ്ട് വന്നപ്പോഴത്തേക്കും ബസ് പോയി കഴിഞ്ഞു. तब तक तो बस निकल गया.
എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചില മണിക്കൂറുകൾ എടുക്കും ഇന്റർനാഷണൽ എയർപോർട്ടിലെത്താൻ. ഓസ്ട്രേലിയ അല്പം വലിയ ദേശമാണല്ലോ. तो मेरा अगर ख्याल सही है तो कुछ घंटे लगेंगे इंटरनेशनल एयरपोर्ट पहुंचने के लिए. ഞാൻ പറഞ്ഞല്ലോ അസാധാരണ ധൈര്യം അദ്ദേഹത്തിന്. क्यों मैंने जैसे कहा जहाँ जरूरत नहीं वहाँ धैर्य दिखाता है. സൈക്കിളൊക്കെ തിരിച്ചു കൊടുത്ത് എല്ലാം പാക്ക് ചെയ്തിട്ട് എക്സ്പ്രസ് വേയിലോട്ട് കയറിയിട്ട് ദണ്ട് ഈ പരിപാടി തുടങ്ങി. कि उन्होंने क्या किया कि बोलते ना कि साइकिल सब दे के सामान बांध के एक्सप्रेस वे में जाके लिफ्ट मांगने लगे. അവിടെ നിർത്തുന്നത് തെറ്റാണ്, അവിടെ നിർത്താൻ പാടില്ലാത്തതാണ്. कि वहाँ कोई गाड़ी रोकेंगे नहीं, वहाँ रोकना गुनाह है. കുറച്ച് നേരം അദ്ദേഹം ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിന്നു. ഒരു എനിക്ക് തോന്നുന്നു ഒരു മഞ്ഞ ഓഡിയോ ഫെറാറി, ഒരു ചുമന്ന ഫെറാറി വന്ന് അവിടെ നിർത്തി. അയാൾ ചോദിച്ചു എന്താ സംഭവം. അപ്പം ഇദ്ദേഹം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. ഇയാൾ പറഞ്ഞു ഞാൻ ഇച്ചിരി തിരക്കില്ല, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വൈഫ് എനിക്ക് തോന്നുന്നൊരു വെള്ള ലംബോർഗിനിയിൽ വരും, അവൾ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എല്ലാം കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം അങ്ങ് പോയി. तो एक रेड फरारी में एक आदमी आके पूछा क्या हुआ, तो उसने बोला कि मैं अभी थोड़ा बहुत जल्दी में हूँ, कुछ देर के बाद मेरी पत्नी आएगी व्हाइट फरारी में, वो कर लेंगे. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ള വണ്ടിയിൽ വൈഫ് വന്നു, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ പോയി. നല്ല വളരെ സമ്പന്നമായ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ച് അപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നപ്പോഴത്തേക്കും ഭർത്താവ് വന്നു. कि उसके कुछ समय के बाद पत्नी आया फरारी में और घर पे लेके गया, अच्छा सा खाना सब खाने के बाद तब तक पति आया. എന്നിട്ട് उसके बाद ഇയാളുടെ സ്വന്തം ഫ്ലൈറ്റിൽ ഇയാളെ എയർപോർട്ടിന്റെ ടാർമാക്കിൽ കൊണ്ടിറക്കി കൊടുത്തു. और अपने खुद के फ्लाइट में एयरपोर्ट में जाके छोड़ा. അയാൾ ഓസ്ട്രേലിയയിലെ ഡയമണ്ട് മെർച്ചന്റ് ആയിരുന്നു, പുള്ളിക്ക് സ്വന്തം ഫീൽഡ് ഒക്കെ ഉള്ള ആളാണ്. तो वो ऑस्ट्रेलिया का डायमंड मर्चेंट था. ഇങ്ങനെ സംഭവിക്കുമെന്ന് അയാൾ സ്വപ്നം കണ്ടില്ലായിരുന്നു. उसने कभी सोचा नहीं था ऐसा होगा करके. അയാളും ചിന്തിച്ചാണ് കൂടിപ്പോയ ഒരു ലിഫ്റ്റ് കിട്ടി എങ്ങനെയും പോകുമെന്ന്. അയാൾ ജീവിതത്തിൽ വിചാരിച്ചില്ല ഡയമണ്ട് മെർച്ചന്റ് വീട്ടിൽ പോയി ഫുഡും കഴിച്ച് റെസ്റ്റും എടുത്ത് ബാക്കിയുള്ളവർ ബസ്സിൽ അപ്പോഴും ഇരിക്കുക. ഇയാൾ കണ്ട് ടാർമാക്കെ വന്നിറങ്ങി. അവൻ നിങ്ങൾക്കായി കരുതുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരുത്തന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. कि बाकी लोग अभी भी वो बस के लिए वेट कर रहे थे, बस में थे, लेकिन उसने कभी नहीं सोचा. उसी प्रकार आपके लिए जो परमेश्वर करते हैं किसी आंखों ने नहीं देखा, किसी के मन में नहीं सोचा, ना किसी के हृदय में आया हुआ है. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒക്കുന്നതിൽ മാത്രം വിശ്വസിക്കാൻ തുടങ്ങരുത്. ദൈവത്തിന്റെ കയ്യിൽ എല്ലാം കൊടുക്കാനായിട്ട് തുടങ്ങണം. कि आपको जो सोच आते समझ आते उतने पे ही सीमित नहीं रहना है. विश्वास को रख के आप सब कुछ परमेश्वर के हाथ में दे देना है. അപ്പൊ അസാധാരണമായ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. तब अब असाधारण चमत्कारों को देखता है. അപ്പൊ അമ്മച്ചിയുടെ കാര്യം എനിക്കറിയാം, എൻ്റെ അമ്മച്ചിയുടെ കാര്യം. तो मेरी अम्मची के बारे में मुझे पता है. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ ഇംഗ്ലീഷിലാണ് ബൈബിൾ വായിക്കുന്നത് കുടുംബ പ്രാർത്ഥനയിൽ. അപ്പൊ അപ്പച്ചനും അമ്മച്ചിക്ക് മനസ്സിലാവത്തില്ല ഞാൻ എന്തോ വായിക്കുന്നതെന്ന്. तो मैं जो है अंग्रेजी में बाइबल पढ़ते हैं, तो मेरे अपच्चन अम्मची को नहीं समझ में आता तो मैं क्या करता है. അതുകൊണ്ട് ഒരു ദിവസം വിചാരിച്ചു അമ്മച്ചിയെ മലയാളം പഠിപ്പിച്ച ദൈവമല്ലേ, ഞാനും ശ്രമിച്ചു നോക്കാന്ന് വെച്ചാൽ ബൈബിൾ തുറന്നു. അന്ന് മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. तो मैंने सोचा कि अम्मची को जो सिखा वही परमेश्वर है ना, मैं भी मलयालम लेके पढ़ने लगा और उस दिन से होने लगा. മലയാളം പഠിച്ചിട്ടില്ല, ഒരു ദിവസം ദിവസം തുറന്ന് വായിക്കാൻ അങ്ങ് തീരുമാനിച്ചു. സ്വർഗം അന്ന് മുതൽ മലയാളം കണ്ട എനിക്ക് മനസ്സിലാവും എന്തുവാന്ന്. एक दिन सोचा कि मलयालम बाइबल पढ़ना है, उस दिन से स्वर्ग ने मुझे सिखाया. आमेन. നിങ്ങൾക്ക് വ്യത്യസ്തമായ അത്ഭുതങ്ങൾ സ്വർഗം ചെയ്യട്ടെ. आपको एकदम अलग से चमत्कार स्वर्ग करेगा. കർത്താവിന് അങ്ങനെ റെയ്നാർഡ് ബോങ്കെ ഒരിക്കൽ പറഞ്ഞു, he is so creative he can't create two ice crystals alike. He is so creative he can't create two ice crystals alike, even every flake is different. वो इतना अवश्यकारी है कि दो आइस क्रिस्टल भी एक समान वो नहीं बना सकता है. ആ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. वो परमेश्वर आपके साथ है. ഇന്ന് പെട്ടെന്ന് തന്നെ എനിക്കറിയാം, എനിക്ക് അധികം സമയമെടുക്കാൻ താല്പര്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിച്ചോട്ടെ. मैं आपका ध्यान യോഹന്നാൻ का सुसमाचार 14 में लेके आना चाहूंगा. അതിന്റെ 16 വാക്യത്തിലേക്ക് നിങ്ങൾ ഒന്ന് വന്നാട്ടെ. उसके 16वें आयत में जरा आ जाइए. John chapter 14 verse 16. Hallelujah. हाँ, पर एक सहायक देंगे, हमेशा आप लोगों के साथ वो रहेंगे. He'll be there with you. നിങ്ങളോടൊപ്പം എപ്പോഴും ഇരിക്കേണ്ടതിന് ഞാൻ പിതാവിനോട് എന്ത് ചെയ്യാം? ഒരു ഒന്ന് വായിച്ചേ, മലയാളത്തിൽ വായിച്ചേ. മറ്റൊരു കാര്യസ്ഥനെ
എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇന്ന് ഞാൻ അവിടെ നിന്ന് പ്രാരംഭത്തിൽ ഒരു ദൂത് പറഞ്ഞു തുടങ്ങാം. എനിക്കറിയാം നിങ്ങൾ വചനം കേൾക്കുന്നവരാണ്, വചനം അറിയുന്നവരാണ്. मैं आरंभ में एक भविष्यवाणी के साथ शुरू करें. मुझे पता है आप वचन सुनते हैं, आप वचन को जानते हैं. അപ്പോ കാര്യസ്ഥൻ എന്താണ്, മറ്റൊരു കാര്യസ്ഥൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് ഒരു ചിന്തയുണ്ട്. आपको पता है कि यहाँ जो कहते हैं कि बिचवाई कौन है, वो क्या करता है. പക്ഷേ യേശു പറഞ്ഞ ഒരു വാക്കാണ് എനിക്കിഷ്ടം. യേശു പറഞ്ഞത് ഐ വിൽ ആസ്ക് ദ ഫാദർ. मुझे परमेश्वर ने, यीशु ने कहा एक बात मुझे चले, मैं पिता से मांगूंगा. ഞാൻ പിതാവിനോട് എന്ത് ചെയ്യും? ചോദിക്കും. ചേർന്ന് പറഞ്ഞേ ചോദിക്കും. आप बोले पूछेगा. ചേർന്ന് പറഞ്ഞേ സാത്ത് में बोलिए. ഒന്നിച്ച് പറയാം. ചോദിക്കും, പൂച്ചേगा. പലപ്പോഴും നമുക്ക് യേശുവിനെ പറ്റിയും യേശു നമുക്ക് അവൈലബിൾ ആക്കി തന്നതിനെ പറ്റിയും ബോധം ഇല്ലാതെയാണ് ജീവിക്കാറുള്ളത്. बहुत बार यीशु है करके, यीशु को हमें अवेलेबल किया करके वो बिना होश के हम जीते हैं. നമ്മൾക്ക് യേശു ചെയ്തതിനെ പറ്റിയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം പലപ്പോഴും നമ്മൾ ജീവിക്കേണ്ട നിലവാരത്തിന് ഒത്തിരി താഴെയാണ് ജീവിക്കുന്നത്. कि यीशु ने क्या किया उसको अच्छी तरह से समझा नहीं, बोल के हमें जिस प्रकार जीना चाहिए उससे काफी नीचे हम जीते हैं. ഇവിടെ യേശു പറയുകയാണ് ഞാൻ പിതാവിനോട് എന്ത് ചെയ്യും? ചോദിക്കും. यहाँ यीशु क्या कहता है? मैं पिता से पूछेगा. ഈ യേശു ചോദിക്കുമെന്ന് പറയുമ്പോൾ जब यीशु पूछेगा कहता है, യേശു ഉപയോഗിച്ചൊരു വാക്കുണ്ട് എറോറ്റാവോ. यीशु ने एक पद को उपयोग किया है, एरोटागो. എറോറ്റാവോ is not it's a conversation between equals. कि തുല്യരായവർ एरोटागो തമ്മിലുള്ള जो है कि സംസാരമാണ്. जो समान एक समान व्यक्तियों के बीच में जो बातचीत. അപ്പൊ യേശു പറയുകയാണ് പിതാവെ, ആ പ്രയോഗം തന്നെ പിതാവിനോട് ഞാൻ എറോറ്റാവോ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അർത്ഥമായിരിക്കുന്നത് ഞാൻ പിതാവിന് തുല്യനാണെന്നാണ്. तो उसी में अर्थ है कि मैं पिता के साथ तुल्य हूँ. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് യേശുവിനെ പറ്റിയുള്ള ധാരണക്കേട് കാരണം വരുന്ന കുഴപ്പങ്ങളുണ്ട്. कि लेकिन हमने यीशु को सही तरह से पहचाना नहीं, बल्कि उसमें कुछ समस्या है. ഇവിടെ യേശു പറയുന്നത് യേശു പിതാവിന് തുല്യനാണ്. या यीशु कहते हैं यीशु पिता के साथ तुल्य है. പക്ഷേ നിങ്ങൾക്കറിയാമോ, മാർത്തയും മറിയയും യേശുവിനെ പറ്റി പരിഭവം പറഞ്ഞൊരു സമയമുണ്ട്. जो आपको पता है कि मार्ता और मरियम ने यीशु के बारे में कहा हुआ एक बातें हैं. എന്നിട്ട് പറഞ്ഞത് उसके നീ बाद ഉണ്ടായിരുന്നെങ്കിൽ बोला तू अगर यहाँ रहता എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. मेरा भाई मरता नहीं था. എന്നിട്ട് അവര് പറഞ്ഞ വാക്ക് ഇതാണ്, ഇപ്പോഴും നീ എന്ത് യാചിച്ചാലും പിതാവ് നിനക്ക് തരുമെന്ന്. और उन्होंने कहा कि अभी भी तू कुछ भी पिता से मांगे तो पिता तुझे देगा. അവരുപയോഗിച്ച വാക്ക് ഏതാണെന്നറിയാമോ? उसने क्या पद उपयोग किया? ഐറ്റിയോ എന്നൊരു വാക്കാണ്. वो ITO बोल के एक पद है. ഐറ്റിയോ എന്ന വാക്ക് വളരെ താണിരിക്കുന്ന ഒരാള് വലിയ ഉയർന്നിരിക്കുന്ന ആളോട് അപേക്ഷിക്കുന്നതിനാണ് ഐറ്റിയോ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ITO पद का अर्थ यह है कि बहुत नीचे बैठा हुआ व्यक्ति बहुत ऊपर स्थल के व्यक्ति से विनती करता है. അപ്പോഴേ എനിക്ക് മനസ്സിലായത് മാർത്തയും മറിയയും യേശുവിനെ കണ്ടിരുന്നത് പ്രവാചകനായിട്ടായിരിക്കും, പക്ഷേ ദൈവമായിട്ട് അവര് കണ്ടിരുന്നില്ല. അവർ കണ്ടിരുന്നത് ഒരു മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം കേൾക്കുന്ന ഒരു മനുഷ്യനെന്നായിരുന്നു. അങ്ങനെയല്ല യേശു. तब मुझे समझ में आया मार्ता मरियम जो यीशु को एक भविष्यद्वक्ता के हिसाब से देखा कि जो मांगेगा तो देने वाला, लेकिन वैसा नहीं है यीशु. യേശു പിതാവിന് തുല്യനാണ് എന്ന വെളിപ്പാട് മാർത്തയ്ക്ക് മറിയയ്ക്കും ഒന്നും വരെ ഇല്ല. कि यीशु पिता के तुल्य है करके जो प्रकाशन है मार्ता मरियम को नहीं था. അതുകൊണ്ട് അവര് പറയുക, നീ എന്ത് അപേക്ഷിച്ചാലും പിതാവ് എന്ത് ചെയ്യും? നൽകി തരും. तो कहते कि तू कुछ भी मांगे हो तो पिता क्या करेगा? देगा. പക്ഷെ യേശു ഇവിടെ പറഞ്ഞത് ഞാൻ പിതാവിനോട് ചോദിക്കും, not as a subordinate but as an equal. कि यहाँ यीशु कहता है कि मैं पिता से मांगूंगा एक सबऑर्डिनेट के हिसाब से नहीं, एक तुल्य के हिसाब से. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? क्या आप मेरे साथ है? അതുകൊണ്ടാണ് ഇവർക്ക് മരിച്ചപ്പോഴത്തേക്കും അങ്കലാപ്പ് വന്നത്. കാരണം പ്രവാചകനാ, രോഗശാന്തി ശുശ്രൂഷ ഉണ്ടെന്നേ അവർക്ക് ചിന്തയുള്ളൂ. ഈവൻ ജീവനും പുനരുത്ഥാനവും ആണെന്ന് തലേ കയറിയിട്ടില്ല. किसके लिए जब मर गया तो उन लोगों को शिक्षा नहीं हुआ कि उनको पता है याजक है कि, लेकिन उनको ये नहीं पता था कि वो जीवित मरे हुए को जिगा सकता है. जीवन और मृत्यु भी उसके पास है. പക്ഷെ ഇനി കേട്ടോണേ, अभी सुनना आप, യേശു പിതാവിന് തുല്യനാണ്. यीशु पिता का तुल्य है. യേശു പറയുമ്പോ തുല്യർ തമ്മിലാണ് സംസാരിക്കുന്നത്. यीशु जब बात करते एक दो तुल्य समान में बात करते എന്റെ हैं. കൂടെ വരണേ.
आप मेरे साथ आइएगा। ആ നാമം എടുത്ത് നിങ്ങൾക്ക് തന്നു. वो नाम उठा के आपको दिया और मुझे दिया। നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലാവുന്ന ഈ പറയുന്നത്? कितने लोगों को समझ में आ रहा है? ആമേൻ. നമ്മൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ പദവി ലഭിച്ചപ്പോൾ ആ നാമം ഏതാ? പിതാവിന് തുല്യമായി നിന്ന് പിതാവിനോട് സംസാരിച്ചിരുന്ന അതേ അതോറിറ്റി ഇന്ന് നിന്റെ മേൽ സ്വർഗം പകരുകയാ. आमीन। जब उसने उस नाम को हमें दिया, कौन सा नाम? यीशु का नाम, जो पिता का तुल्य जो खड़ा था, उस नाम को हमें और आपको दिया हुआ है। ഒരു സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കോളേജിലെ സർട്ടിഫിക്കറ്റിൽ സീൽ അടിക്കുമ്പം ചാൻസലറിന്റെ ഒപ്പ് കാണുമായിരിക്കും. कि आपका जब सर्टिफिकेट में जो सील मारते हैं तो वाइस चांसलर का जो है सिग्नेचर रहता है। നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലക്ഷക്കണക്കിന് പിള്ളേരുടെ എല്ലാം സർട്ടിഫിക്കറ്റിൽ ചാൻസലറിന് ഒപ്പിടുവാണോ? आपको क्या लगता है लाखों स्टूडेंट्स के ऊपर क्या वो साइन मारते बैठेंगे? ഇല്ല. വൈസ് ചാൻസലറിന്റെ സീലുള്ള ഒരു ക്ലാർക്ക് അവിടെ ഇരിപ്പുണ്ട്. അയാൾ അടിച്ചാൽ വൈസ് ചാൻസലറിന്റെ വെയിറ്റ് അതിനുണ്ടെങ്കിൽ ഓ യേശുവിന്റെ നാമം നിങ്ങൾക്ക് തന്നത് കൊണ്ട് റീമന ശഖന റസിയാന ദരഖബ. कि आपको क्या लगता है कि वो वाइस चांसलर साइन मारते बैठे? नहीं, लेकिन वाइस चांसलर का स्टैम्प एक ही क्लर्क के पास है, वो मारे तो उसी का सेम पावर है। നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? आप मेरे साथ आ रहे हैं क्या? അപ്പോ യേശു പിതാവിനോട് ചോദിച്ചാൽ എന്തൊക്കെ നടക്കും അതൊക്കെ വേണേ നിങ്ങൾ ചോദിച്ചാലും നടക്കുമെന്ന്. उसका अर्थ है कि यीशु पिता से जो भी मांगते हो सब होगा, तो आप भी मांगे तो होगा। ഞാൻ ഒരു വാക്കൂടെ കടന്നു പറയാം. मैं और एक बात आपसे कहता हूँ। യേശുവിന്റെ നാമത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോ जब यीशु के नाम से एक व्यक्ति प्रार्थना करते हैं, പിതാവ് അത് കരുണയുടെ ഡിപ്പാർട്ട്മെന്റിൽ കൂടെ അല്ല കേട്ടുന്നത്. वो पिता करुणा का डिपार्टमेंट से नहीं सुनता है। അവൻ നീതിയുടെ ഡിപ്പാർട്ട്മെന്റിൽ കൂടെ കേൾക്കുന്നത്. वो धार्मिकता का डिपार्टमेंट से सुनता है। हालेलुया। കാരണമെന്നറിയാമോ? कारण क्या आपको पता है? യേശുവിന്റെ നാമത്തിൽ നീ ചോദിച്ചതിന് ഉത്തരം തരേണ്ടത് ദൈവത്തിന്റെ നീതിയാ. आमीन। यीशु के नाम से जो आप मांगते हो देना है, जो परमेश्वर का धार्मिकता है। ഇനി ദൈവം കനിയേണ്ട ആവശ്യമില്ല. അത്രയും അധികാരത്തിലാണ് നീ ചോദിച്ചത് തന്നെ. तो आपको उसमें परमेश्वर को दया देने की जरूरत नहीं है, क्योंकि उसमें आपने धार्मिकता से मांगा है। കരുണ കിട്ടുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചല്ല നീ നിൽക്കേണ്ടത്. कि करुणा मिलेगा कि नहीं मिलेगा सोच के नहीं आपको खड़ा रहना है। ചിലരോട് ഞാൻ ദൂത് പറയാം. कुछ लोगों से मैं भविष्यवाणी देता हूँ। കരുണ करुणा കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. कि ऐसे शक है कि करुणा मिलेगा या नहीं मिलेगा। ദൈവം ചെയ്യുവോ? परमेश्वर करेगा क्या? പക്ഷേ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോ जब यीशु के नाम से आप मांगते हैं, കരുണയിൽ നിങ്ങളുടെ ആവശ്യത്തിനോട് ദൈവം കരുണ തോന്നുമോ, നിങ്ങൾ എന്ന ആളിന്റെ ലൈഫിനോട് ദൈവം കരുണ തോന്നുമോ എന്നൊക്കെയാണ് വിഷയം. कि विषय क्या है कि उस जरूरत पे परमेश्वर करुणा दिखाएगा, या आप जो व्यक्ति है आप पे परमेश्वर करुणा दिखाएगा। പലപ്പോഴും പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ ഈ വിഷയത്തിൽ നീ ചെയ്തേ മതിയാകും. കർത്താവ് എന്റെ ഈ അവസ്ഥ കണ്ടിട്ട് കർത്താവിന് കരുണ തോന്നുമായിരിക്കണം. ഇത്രയും മോശമായല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്നത്. बहुत हमारे सिर में ये रहते कि परमेश्वर तू मेरी अवस्था को देखते मुझे करुणा दिखाना। The direness of your situation is no need for God to act. ദൈവം ആക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. आपका जरूरत के ऊपर परमेश्वर को कार्य करना जरूरी नहीं है। പക്ഷേ मगर आमीन, यस, നീ യേശുവിന്റെ നാമത്തെ ഇൻവോക്ക് ചെയ്താൽ, अगर तू यीशु के नाम को बुलाएगा, കേൾക്ക നിന്നോടുള്ള കരുണയല്ല, आपसे ही नहीं, യേശുവിനോടുള്ള നീതിയാണ്. वो यीशु के साथ धार्मिकता। आमीन। എന്റെ കൂടെ വരുന്നുണ്ടോ? आप मेरे साथ आ रहे हैं क्या? ഞാൻ പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് സംഭവിക്കുന്നത്. कि मैंने प्रार्थना किया बोल के नहीं ये होने वाला है। യേശുവിനോടുള്ള ദൈവത്തിന്റെ കടപ്പാടാണ് ആ നാമം ഉപയോഗിച്ചാൽ സ്വർഗം പ്രതികരിക്കുമെന്ന്. कि यीशु के साथ परमेश्वर का जो धार्मिकता है कि उस नाम को यदि आप इस्तेमाल करेंगे तो वो होगा। പക്ഷെ തലയ്ക്കകത്ത് ബോധമില്ലത്. कि वो सिर में क्या है कि होश नहीं है, അതുകൊണ്ട് ഒത്തിരിയും പ്രശ്നങ്ങൾ സംഭവിക്കാം. इसके लिए बहुत सारे समस्या होता है। നിങ്ങൾക്ക് അറിയാമോ, ഈ സാറ ഹാഗാറിൽ ഇസ്മായിൽ ഉണ്ടാവാൻ അബ്രഹാമിനോട് പറയാനുള്ള കാരണം എന്താന്ന്? क्या आपको पता है कि सारा ने हगार में इस्माइल को जन्म होने का कारण क्यों बोला? നമ്മളൊക്കെ പറയുന്ന അവിശ്വാസമാണ് എന്നൊക്കെയാ പറയുന്നത്. हम कहते हैं अविश्वास अविश्वास, അങ്ങനൊന്നും അല്ല. ऐसा नहीं है, അവിശ്വാസം അല്ല. अविश्वास नहीं है। നിങ്ങൾക്ക് ദേഷ്യം വരും. ഇപ്പം ഞാൻ വചനത്തിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. मैं वचन से आपको उठा के बताएगा। ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നേ. उल्पत्ति में आइए। ഉൽപ്പത്തി പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? उल्पत्ति 16 में जरा आएंगे। അതിന്റെ
രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. उसका दूसरा आयत जरा पढ़िए. സി അബ്രഹാമിനും സാറയ്ക്കും രണ്ടുപേർക്കും അറിയാം ദൈവം കുഞ്ഞുങ്ങളെ അബ്രഹാമിന് കൊടുക്കുമെന്ന്. अब्राहम सारा को दोनों को पता है कि परमेश्वर ने संतान देंगे. പക്ഷെ ഇവിടെ സാറയുടെ തിയോളജി കേട്ടോണം. यह सारा का थियोलॉजी सुनना. വായിച്ചാട്ടെ. ആ ആ അപ്പൊ ഈ ഗർഭം അടച്ചതിന്റെ ഉത്തരവാദി ആരാ? यहोवा. ദൈവം എന്ത് ചെയ്തേക്കുക? എന്റെ ഉദരം അടച്ചു. എന്നിട്ട് അപ്പുറത്ത് വിരോധാഭാസിയായ ദൈവം പറഞ്ഞു കുഞ്ഞുങ്ങളെയും തരും. പക്ഷെ ഉദരം അടച്ചിരിക്കുക. कि यहाँ उसका सोच क्या है कि परमेश्वर ने उसके कोख को बंद किया है और उस पर एक वजह प्रॉमिस भी है कि उसको संतान देंगे. ഇപ്പൊ ഇത് രണ്ടൂടെ വിരോധാഭാസമായിട്ടിരിക്കുമ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബൈപ്പാസ് സർജറി നടത്താം ഹാഗാർ വഴി. है ना? तो ये दोनों है तो हम एक काम करते हैं, बाईपास सर्जरी करते हैं हाजिरा के द्वारा. പാവം സേറ വിശ്വാസത്താൽ ചെയ്തതാ. कि जो सारा जो है विश्वास में किया, പക്ഷെ തെറ്റിദ്ധാരണയുടെ വിശ്വാസമായി പോയി. लेकिन वो गलती का विश्वास था ദൈവം അടച്ചു കളഞ്ഞേക്കുവാ. कि परमेश्वर ने बंद किया हुआ है, ദൈവം തന്ന രോഗമാ, कि परमेश्वर ने दिया हुआ बीमारी है, ദൈവം വിടുവിക്കാതെ തന്നേക്കുവാ ഞാൻ വളരാൻ വേണ്ടിട്ട്. कि परमेश्वर ने मुझे बीमारी दिया है ताकि मैं बढ़ते जाऊं. ആ രണ്ടുടെയൊക്കെ തലയിലെ ആ തെറ്റിദ്ധാരണ ഇന്ന് പകൽ പൊട്ടിപ്പോകട്ടെ. സകല जो भी सोच के साथ लोग बैठे हैं वो सारे सोच आज टूट जाए. എനിക്ക് ഇഷ്ടമുള്ള ഒരു ദൈവദാസനുണ്ട്, സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന അദ്ദേഹത്തിന്റെ പേര്. कि पासवान पसंद करने वाले परमेश्वर का दास है स्मिथ विगल्सवर्थ. എനിക്ക് തോന്നുന്നു സ്മിത്തോ ജോൺ ജി ലേക്കോ ഇവരിൽ ആരോ ഒരാളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഞാൻ ഈ പറയാൻ പോകുന്നത്. स्मिथ विगल्सवर्थ या फिर ജോൺ ജി ലേക്ക്. जॉन जिलेक, जो दोनों में से एक में हुआ घटना है. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ റോഡിൽ വേണേ വന്നു കഴിഞ്ഞാൽ ലോക്കൽ നിർത്തുന്ന ആ ഒരു മിനിറ്റോ 10 സെക്കൻഡോ ഉണ്ടെങ്കിൽ ഒരു മുടന്തനുണ്ട്, അവനെ പിടിച്ച് എണ്ണീപ്പിച്ച് അവർ തിരിച്ചു കയറിപ്പോവും. ആ ജാതി ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. कि ऐसे लोग हैं कि यदि मीरा रोड में आते तो बोलते हैं कि 1 सेकंड में बोलते हैं कि जो लंगड़े जो बेटे उनको ठीक करके भेज देते थे. जब ट्रेन रुकता है जो 2 मिनट मिलेगा ना उसमें वो लंगड़े को खड़ा करके वो चला जाएगा वही ट्रेन में. आमेन. അങ്ങനത്തെ ശുശ്രൂഷയായിരുന്നു. वैसे वो सेवकाई करते थे. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഒരു വീട്ടിൽ ചെന്നപ്പോ അമ്മച്ചി റുമാറ്റിസം ഒക്കെ പിടിച്ച് ഇങ്ങനെ വളഞ്ഞിരിക്കുക. तो वहाँ एक घर में गया तो वहाँ एक दादी माँ थी, वो बीमार पड़ी थी. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ആന്റി എന്താ ഇങ്ങനെ സൗഖ്യമാവാതിരിക്കുന്നേ? तो उन्होंने पूछा क्या है कि आप चंगा नहीं हुआ. ആന്റിയുടെ മറുപടി, उनका उत्तर, കർത്താവ് ഇത് എനിക്ക് തന്നതാ പൗലോസിന്റെ ശൂലം പോലെ. कि परमेश्वर ने मुझे दिया है, पौलोस को जैसा दिया उसी तरह परमेश्वर ने मुझे दिया है. നമ്മൾ പറഞ്ഞു കർത്താവിനെ പൗലോസിന്റെ ശൂലവും യോബിന്റെ കഷ്ടതയും മൊത്ത വ്യാപാരിയാക്കി മാറ്റിയേക്ക. ഹോൾസെയിൽ ഡീലറായി ഇപ്പൊ ശൂലത്തിന്റെ കഷ്ടതയുടെ. कि हम बोल के परमेश्वर को बोलते हैं ना कि आयुब को जो दिया हुआ तकलीफें हैं और जो पौल को दिया हुआ बीमारी वो सबका होलसेलर बना दिया. രോഗമല്ല നിന്നെ മാനസാന്തരത്തിലേക്ക് Yes, നയിക്കുന്നത്. amen. അവന്റെ കരുണ, Amen. അവന്റെ ദയയും നന്മയുമാണ് നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതെന്ന് തിരുവെഴുത്ത് പറയുന്നേ. कि बीमारी नहीं हमें मन फिराता है, परमेश्वर का वचन कहते हैं उसकी भलाई, उसकी आशीष, उसका दया है जो हमें उसकी ओर बुलाता है. പിന്നെ लेकिन ഇനി രോഗം അങ്ങനെ തന്നെ ആണെന്ന് തീരുമാനിച്ചാൽ അതിനെ ദൈവം ഉപയോഗിക്കും, അത് വേറെ കാര്യം. अगर आप सोचते हैं बीमारी के द्वारा ही होगा तो परमेश्वर ऐसा करेगा. അങ്ങനെ കർത്താവ് കമ്പമേട് തേനി വഴി ഓസ്ട്രേലിയയിലേക്ക് വിടുന്ന ആളാ, വേണമെങ്കിൽ അതും ചെയ്യും. പക്ഷെ അതല്ല റൂട്ട് കർത്താവിന്റെ. चाहे तो परमेश्वर वैसा भी करेगा, लेकिन परमेश्वर का रूट वो नहीं है. ഓ ഹല്ലേലൂയ. ഈ ദേവദാസൻ ചോദിച്ചു, എന്താ അമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്നേ? तो അമ്മച്ചി परमेश्वर പറഞ്ഞു, दास मुझे ഇത് आप കർത്താവ് ऐसे क्यों തന്നതാ. बैठा है? तो वे परमेश्वर ने दिया है. ഇദ്ദേഹം ചോദിച്ച ചോദ്യം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. उन्होंने पूछा सवाल मुझे बहुत पसंद आया. ഒന്ന് പുള്ളി പറഞ്ഞു, പാപി നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? നീ അത്രയ്ക്ക് പൊങ്ങിയിരിക്കുന്നോണ്ടാണോ ശൂലം തരേണ്ടി വന്നേ? बोला पापी तुझे इतना अहंकार है, तू इतना उठ गया है क्या, तुझे ऐसा ही बीमारी देगा? പക്ഷെ അടുത്ത ചോദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. उसके बाद का एक सवाल अच्छा लगा. അദ്ദേഹം ചോദിച്ചു, उन्होंने पूछा ഈ ശൂലം കർത്താവാണല്ലോ തന്നെ, ये जो है परमेश्वर ने दिया है. അപ്പൊ ഈ വേദന മുഴുവനായിട്ട് അനുഭവിക്കണ്ടേ? കർത്താവ് തന്നല്ലേ, എന്തിനാ പാരസെറ്റമോൾ കഴിക്കുന്നേ? आमेन हालेलुया. तो बोला कि ये परमेश्वर ने दिया है तो आपको पूरा उठाना है ना, इसको लिए आप दवाई क्यों कर रहे हैं? കർത്താവ് തന്നെങ്കിൽ ആ വേദന ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. अगर परमेश्वर ने दिया तो दर्द को पूरी तरह से आपको अनुभव करना है. നിങ്ങൾക്ക് കർത്താവ് വീട് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് റൂമിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ, എല്ലാ റൂമിലും പോകത്തില്ലേ? അപ്പൊ വേദന തന്നാ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണ്ടേ വേദന? कि आपको अगर परमेश्वर घर दिया तो क्या सिर्फ फ्रंट रूम में रहेंगे, सब में जाएंगे. अगर दर्द दिया तो पूरी तरह से उसको महसूस करना है. ആ ഇത് കർത്താവ് തന്നതാ, പക്ഷേ ഞാൻ എന്ത് ചെയ്യും? പാരസെറ്റമോളും അതും ഇതും എല്ലാം കഴിച്ച് ആ ഡൈക്ലോഫെനാക്ക് എല്ലാ ദിവസവും തൂത്തോണ്ടിരിക്കുക. എന്നിട്ട് എന്താ കർത്താവ് തന്നേന്ന് ഗ്ലോറിക്ക് മാത്രം.
है ना, कि क्या करेंगे, मैं बोलेंगे परमेश्वर ने बीमारी दिया है लेकिन मैं पूरी तरह से उसको स्वीकार नहीं करूंगा, पूरी तरह से उसको अनुभव नहीं करूंगा, उसमें टैबलेट लेंगे, मलम लगाएंगे, सब कुछ करेंगे, കർത്താവ് തന്നെ അനുഭവിക്കണം, മരുന്ന് കഴിക്കരുത്. है ना, कि परमेश्वर ने दिया है तो उसको अनुभव करना है. നിങ്ങൾക്ക് സൗഖ്യമാവണമെങ്കിൽ സൗഖ്യമാവണ്ട, പക്ഷെ ഈ മാതിരി ഉപദേശം പറയുമ്പോ എത്ര പേരുടെ തിയോളജിയെ തെറ്റിക്കുവാണെന്നറിയോ? कि अगर आपको चंगा नहीं होना तो मत हो, लेकिन जब इस प्रकार का आप थियोलॉजी कहते हैं, कितने लोगों के विश्वास को आप गलत लेके जाते हैं. ഞാൻ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമായില്ലെങ്കിൽ, अगर मैंने प्रार्थना की और एक व्यक्ति चंगा नहीं हुआ, ഞാൻ ഒരിക്കലും പറയത്തില്ല കർത്താവിന്റെ ഹിതമല്ലായിരുന്നു എന്ന്. मैं कभी नहीं कहूंगा परमेश्वर की इच्छा नहीं है. आमीन. അതിനൊറ്റ കാരണമേ ഉള്ളൂ, എനിക്ക് സൗഖ്യമാക്കാൻ വിശ്വാസമില്ലായിരുന്നു. कि उसका एक ही कारण है, मुझे चंगा करने का विश्वास नहीं था. കർത്താവ് അതാ പറഞ്ഞു, ഒരിക്കലും പുതിയ നിയമത്തിൽ യേശു ഒരു രോഗിയെ സൗഖ്യമാക്കാൻ ഒക്കാതെ പറഞ്ഞിട്ടില്ല എനിക്ക് ഹിതമല്ലായിരുന്നു, ഇത് വലിയ മർമ്മമാ, ഇതിന് വേറെ പദ്ധതി ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. വന്നവരെ എല്ലാം സുഖമാക്കി വിട്ടു. कि यीशु मसीह ने नया नियम में किसी भी बीमार को चंगा किए बिना नहीं छोड़ा. उसने ये नहीं बोला ये मैं नहीं करूंगा, ये बहुत बड़ा रहस्य की बात है, बोल किसी को नहीं छोड़ा. അപ്പൊ പൗലോസോ പത്രോസോ അവർക്ക് ബലഹീനത ഉണ്ടായിരുന്നു, ചിലപ്പോഴൊന്നും അവർക്ക് ഒത്തില്ല, ഫെയ്ത്ത് ഇല്ലായിരുന്നു, അത്രേ ഉള്ളൂ. कि कभी पौलुस और पत्रोस उनमें बलहीनता था, उनमें उतना विश्वास नहीं था कभी, പക്ഷെ യേശു ചെയ്തില്ലേ? लेकिन यीशु ने किया है. അങ്ങനെയാണ് നിങ്ങൾക്കും വിശ്വസിക്കാം. अगर ऐसे तो आप भी विश्वास करना है. आमीन. നിങ്ങളുടെ മുട്ട് മാറ്റി വെക്കണ്ട, കർത്താവിനത് ഫിക്സ് ചെയ്യാൻ നോക്കും. कि आपको बोलते घुटना दूसरा रखने की जरूरत नहीं, परमेश्वर से फिक्स कर सकता है. എനിക്കറിയത്തില്ല, എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യമുണ്ട്. വിചിത്രമായ അസുഖങ്ങളാണേലും കർത്താവിനോട് പറഞ്ഞാൽ മതി, അവൻ സൗഖ്യമാക്കും. आपको पता है कोई भी प्रकार की बीमारी क्यों ना परमेश्वर से चंगा कर सकता है. വേർപ്പിന് ഭയങ്കര നാറ്റോ, ഞാനും ഭയങ്കര എന്ത് ചെയ്യും? കർത്താവിനോട് പറ, മാറ്റി തരും. कि पसीने को बहुत बदबू है, तो परमेश्वर से कहे वो हटाएगा. അവരോടൊക്കെ പറയുന്നേ എടുക്കണമെങ്കിൽ എടുത്തോ, കർത്താവ് അതങ്ങ് നൂത്തു തരും. आमीन. किसी किसी से वाणी है, आप ले लो, परमेश्वर से सही करेंगे. ഹല്ലേലൂയ, हालेलुया. പക്ഷേ ഈ തെറ്റിദ്ധാരണ തലയിൽ ഇരുന്നാൽ ഓരോ ഇസ്മായിലന്മാരെ ഉണ്ടാക്കാൻ അബ്രഹാമിനെ പറഞ്ഞുവിടും. अगर ये गलत धारणा अपने दिमाग में है तो एक एक इस्माइल को जन्म देने के लिए हम उसका रास्ता देंगे. നിന്റെ കൂടെ വരുന്നവർക്കായി സ്തോത്രം. मेरे साथ जो आ रहे हैं उसके लिए धन्यवाद. പാവം അബ്രഹാം അത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിരുവെഴുത്തില് അബ്രഹാം 100ാമത്തെ വയസ്സാകാറായപ്പോഴാണ് പിന്നെ ദൈവം സംസാരിച്ചായിട്ട് നമ്മൾ വായിക്കുന്നത്. कि वो अब्राहम ने सुना, उसके बाद हम वचन में देखते जब वो 100 की उम्र में पहुंचा तब जाके परमेश्वर उनसे बात किया. ചിലർ അങ്ങനെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ കഷ്ടപ്പെട്ട് ദൈവശബ്ദവും കേൾക്കാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക. कुछ लोग इस प्रकार है, परमेश्वर के लिए कष्ट उठाते उठाते बिना आवाज सुने चलेंगे. പക്ഷെ അവന്റെ ശബ്ദം നിങ്ങൾ കേട്ടാൽ, आमीन, हालेलुया, लेकिन उनकी आवाज यदि आप सुने, നീ ഹാഗാറിന്റെ അടുത്ത് പോണ്ടി വരത്തില്ല. നിന്റെ ഉദരം അടച്ചു എന്ന് പറയുന്ന ദൈവം ഉണ്ടല്ലോ, തുറക്കാൻ പോവാന്ന്. आमीन, हालेलुया. यदि आप उस पे और देखेंगे तो तुझे हजीरा के पास जाने की जरूरत नहीं होगा. जो कहते हैं उसका तेरा खोक बंद है, उसे वो खोलेगा. ഓ ഹല്ലേലൂയ. അപ്പൊ യേശു പറയുകയാണ്, ഞാൻ പിതാവിനോട് എന്ത് ചെയ്യും? ചോദിക്കും. तो यीशु क्या कहते हैं? मैं पिता से पूछेगा and he will give you another comforter. और तुझे दूसरा सहायक देंगे. ശരിക്കും ഈ ശിഷ്യന്മാര് പേടിച്ചിരിക്കുകയാണ്. ये जो चेले लोग हैं डरा हुआ है, കാരണം ഇവര് ഇളക്കിയിട്ട് ഭൂതം പോവാതിരിക്കുമ്പോ പ്രശ്നം സോൾവ് ചെയ്യാൻ ആരുണ്ടാവുമായിരുന്നു? യേശു ഉണ്ടായിരുന്നു. क्योंकि ये जब बोलते हैं ना कि कोशिश करता था, दुष्ट आत्मा बाहर नहीं जाता था और समस्या होता था, उसको सोल्व करने के लिए कौन रहता था? यीशु. ഇന്ന് ഒത്തിരി സീനിയർ ആയ 2 ദേവദാസന്മാര്, आज जो सीनियर 2 परमेश्वर के दास लोग, അവരൊത്തിരി യങ് ആയിരുന്ന കാലത്ത് നടന്നൊരു സംഭവമാണ്, ഞാൻ പേര് പറയുന്നില്ല. वो बहुत जब नौजवान थे तभी हुआ एक घटना में, उनका नाम नहीं कहूंगा. ഒരാളൊരു കുഞ്ഞു കൺവെൻഷന് പ്രസംഗിക്കുക. एक छोटा सा कन्वेंशन एक जो प्रचार कर रहे हैं, പ്രസംഗത്തിന്റെ മൂച്ച് പ്രാർത്ഥിച്ച് കൈവച്ച് ഒരു ഭൂതം ഇളകി. कि प्रचार करते समय क्या हुआ, हाथ रखा और दुष्ट आत्मा बाहर निकला. പുള്ളി എന്ത് ചെയ്താ ഭൂതം പോത്തില്ല. वो कुछ भी करे वो दुष्ट आत्मा नहीं जाएगा. അപ്പൊ അടുത്ത് നിൽക്കുന്ന മറ്റേ പാസ്റ്ററെ വിളിച്ചു. तो बाजू में बैठा दूसरे पास्टर को बुलाया, എടാ ഇതിനെ ഒന്ന് ഇറക്ക്. बोला इसको जरा उतार. പുള്ളി പറഞ്ഞു, നീ അല്ലേ ഇളക്കിയത്, നീ തന്നെ ഇറക്കിയാ മതി. बोला कि तूने उसको उतारा, तू इसको डील कर. ഹലോ, നമ്മൾ ശരിക്കും ഉണ്ടല്ലോ, കർത്താവ് ചെയ്തതിനെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, यदि हम हकीकत में परमेश्वर जो किया उसको समझने लगे, അതിന്റെ ആ വെയിറ്റ് മനസ്സിലാവാൻ തുടങ്ങിയാൽ, उसका जो गहराई समझे, ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന കറക്കം എല്ലാം आमीन, हालेलुया, हमें जो भटक कर घूम रहे वो बंद हो जाएगा. ഇളകിപ്പോയി. ഇനി ആരിറക്കും? अभी कौन इसे निकालेगा? ഇളകി, बाहर तो निकला, ഇനി ഇറങ്ങണ്ടേ? अभी उसको निकलना है. ശരിക്കും യേശു അവിടെ പറയുന്നത്,
നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയച്ചുതരാം. यहाँ यीशु कहते कि मैं तुझे दूसरा एक सहायक दूंगा. നിങ്ങൾ ഭൂതത്തെ ഇറക്കാൻ നോക്കിയിട്ട് ഇറങ്ങാതെ പോകുമ്പോ, आमेन. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കാൻ നോക്കിയിട്ട് സൗഖ്യമാകാതെ പോകുമ്പോ, ഇന്നലെ വരെ ഞാൻ ഉണ്ടായിരുന്നു. आमेन. कि जब तुम दुष्ट आत्मा को बाहर निकालने की कोशिश करेगा वो नहीं निकलेगा, जब तुम बीमार को चंगा करने चाहेगा वो नहीं होगा, तो कल तक मैं था. പരീക്ഷന്മാർ ഊരാ കുടുക്ക് ചോദിക്കുമ്പോ ഞാൻ ഉണ്ടായിരുന്നു ഉത്തരം പറയാൻ. जब फरीसी लोग सवाल पूछता जहाँ तुम फंस जाते थे वहां मैं था उत्तर देने. നിന്റെ യജമാനൻ നീയും കരം കൊടുക്കുന്നുണ്ടോ, ചുങ്കം അടയ്ക്കുന്നുണ്ടോ, ടെമ്പിൾ ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ തല കുനിച്ച് തിരിച്ചു വരേണ്ടി വരുമ്പോ ഞാൻ ഉണ്ടായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. कि जब तुझे पूछता था कि चुंगा लेने वाले कि तू और तेरा जो मालिक है वो जो टेम्पल टैक्स भरते हैं और तू मुंडी नीचे करके आता था, मैं था वहां तुझे. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കർത്താവ് പറയുന്നത് ഞാൻ പോവാ, ഞാൻ പോവാ, ഞാൻ പോവാ. अभी कुछ दिन से परमेश्वर बोल रहे मैं जा रहा हूँ, मैं जा रहा हूँ, मैं जा रहा हूँ. ഇവരാകെപ്പാടെ ചങ്ക് തകർന്നിരിക്കുക. ये पूरा तेरे से बोलता टूट के बैठा है. അപ്പൊ യേശു പറയുക ഞാൻ പോവാ, പക്ഷെ എന്നെ പോലെ ഒരാൾ വരുന്നുണ്ട്. मैं जा रहा हूँ लेकिन मेरे समान एक व्यक्ति आ रहा है. അപ്പൊ അലോസ് പാരാക്ലീറ്റോസ് എന്നൊരു രണ്ട് വാക്കുകൾ കൊടുത്തേക്കുന്നത്. एलोस പാരാക്ലീറ്റോസ്, पैराक्लिटोस बोल के दो शब्द दिया है. അലോസ് എന്ന് വെച്ചാൽ സിമിലർ, എക്സാക്ട്ലി ലൈക്ക്. कि एलोस मतलब तुल्य, सेम सेम ബട്ട് ഡിസ്റ്റിങ്ക്ട്. लेकिन अलग. സെയിം ആയിരുന്നെങ്കിൽ ഹോമോ പറഞ്ഞാൽ മതിയായിരുന്നു. ഹോമോ ജീനസ് എന്നൊക്കെ പറയത്തില്ലേ, ഹോമോ പറഞ്ഞാൽ മതിയായിരുന്നു. അലോസ് എന്നാ പറഞ്ഞു. वो एलोस कहता है. അലോസ് പാരാക്ലീറ്റോസ് എന്നാ പറഞ്ഞു. एलोस पैराक्लिटोस कहाँ है? അലോസ് രക്ഷകൻ എന്ന് പറഞ്ഞാൽ, എന്നെ പോലെ രക്ഷകൻ വരുന്നു എന്ന് പറഞ്ഞാൽ, എന്നെ പോലെ ഒരാള് വരുന്നു എന്ന് പറഞ്ഞാൽ, എന്നെ പോലെ ഒരു വ്യക്തി വരുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. वो कह सकते थे मेरे समान एक उद्धार करता, मेरे समान एक व्यक्ति आ रहा, वो कहना काफी था. കാരണം യേശുവിൽ ചെയ്യുന്നതെല്ലാം ആ വ്യക്തിയും ചെയ്യും. क्योंकि यीशु ने जो किया सारा वो व्यक्ति भी करेगा. പക്ഷെ യേശു വളരെ വ്യക്തമായി പറയുകയാണ് അലോസ് പാരാക്ലീറ്റോസ്, എന്നെ പോലെ പാരാക്ലീറ്റോസ്. कि मेरे समान एक पैराक्लिटोस. എന്താ പാരാക്ലീറ്റോസ്? पैराक्लिटोस क्या है? ഒരു ലോയർ വരുന്നുണ്ടെന്ന്. एक नियम पालक क्या आ रहा है? എന്ന് വെച്ചാൽ നിന്റെ കേസ് നിനക്ക് വേണ്ടി എന്നെ പോലെ വാദിക്കുന്ന ഒരാൾ വരും. कि तेरा जो केस है मेरे समान एक लेने वाला आ रहा है. ഈ കോടതിയിൽ മാത്രമല്ല ലോയറിനെ കൊണ്ട് ഗുണം ഉണ്ടാവുന്നത്. कि सिर्फ कोर्ट में नहीं है कि वकील का जो जरूरत आता है. ബിസിനസ് ഡീൽസിലും ലോയേഴ്സ് കാണത്തില്ലേ വലിയ വലിയ കമ്പനികൾക്ക്? कि बिजनेस डील्स में भी लॉयर्स रहते हैं बड़ी बड़ी कंपनियों में. പ്രശ്നമില്ലാതെ ചില ഡോക്യുമെന്റുകൾ ശരിയാക്കാൻ ലോയർ വേണ്ടേ? कि बिना कोई समस्या का डॉक्यूमेंट्स बनाने के लिए लॉयर्स की जरूरत है. യേശു പറയും എന്നെ പോലെ ഒരു ലോയർ വരുന്നുണ്ട്. कि मेरे समान एक लॉयर आ रहा है. നിങ്ങൾക്ക് കഴിയാത്ത സാധനം നെഗോഷിയേറ്റ് ചെയ്തെടുക്കാൻ ഒരു ലോയർ आमेन എത്തുന്നുണ്ട്. आमेन हालेलुया. जो तुमसे नहीं होते उस चीज को निगोशिएट करने के लिए एक लॉयर आ रहा है. We have an advocate with the Father. कि हमें एक एडवोकेट है पिता के साथ. അത് യേശുവാ. वो यीशु है. പരിശുദ്ധാത്മാവിനെ പറ്റിയല്ല वो പറയുന്നത്. पवित्र आत्मा के बारे में नहीं कह रहे. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റിപ്പോയാൽ, വീണുപോയാൽ നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നത് യേശുവാണ്, സ്വർഗത്തിലുണ്ട്. हमारा जीवन में यदि हम गिर जाता है, कुछ होता है, तो हमारे लिए जो एडवोकेट करते हो यीशु है स्वर्ग में. നിങ്ങൾ വീഴുമ്പോ നിങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുമെന്നല്ല പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞേ. അതിന് യേശു ഉണ്ട്. और पवित्र आत्मा आप जब गिरते तो आपके लिए वो बोलते ना कि बातचीत नहीं करेगा, उसके लिए यीशु है. പക്ഷെ നിങ്ങളുടെ അടുത്ത ഒരു ലോയർ എന്തിനാണെന്നറിയാമോ? आपके पास एक लॉयर क्यों है? പിതാവിനോട് പറയാൻ മാത്രമല്ല, पिता से कहने के लिए नहीं है. നിനക്കെതിരെ നിൽക്കുന്ന രോഗത്തെ നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ടെന്ന്. आपके जो विरुद्ध में जो बीमारी है उसके साथ निगोशिएट करने के लिए लॉयर आ रहा है. നിനക്ക് വിരോധമായി നിൽക്കുന്ന ദുർവ്യാപാരങ്ങളോട് മാറി നിൽക്കാൻ പറയാൻ അധികാരമുള്ള അവനൊരു നെഗോഷിയേറ്റർ എത്തുന്നുണ്ടെന്ന്. आपके जो विरुद्ध जो कड़वा शक्ति को निगोशिएट करने भाग हट जा कहने के लिए एक लॉयर आ रहा है. ഇയാൾ ആരാന്നറിയാമോ? എന്നെ പോലെ. ये कौन है? मेरे समान. എന്താ യേശു പറഞ്ഞേ? എറോറ്റാവോ, ഞാൻ പിതാവിന് തുല്യനാണ്. എന്നെ പോലെ തുല്യതയുള്ള റാങ്ക് ഉള്ള ഒരാള് നിനക്ക് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. यीशु कहता है कि मैं पिता का तुल्य हूँ, एरोटा हूँ, मेरे जैसे एक तुल्य एक व्यक्ति तेरे लिए आ रहा है. എന്നുവെച്ചാൽ എന്താണെന്നറിയോ? उसका अर्थ क्या है? യേശു രംഗത്ത് വന്ന ഭൂതം ഓടും. यीशु यदि आएगा तो दुष्टात्मा भागेगा. അങ്ങനെ തിരുവെടുത്ത് പറയുന്നത് യേശുവിനെ ഭയക്കുകയും വിറയ്ക്കുകയും ഒക്കെയാ ചെയ്യുന്നവര്. जो दुष्टात्मा जो यीशु के सामने खापते हैं. പക്ഷേ അതുപോലെ ഒരു നെഗോഷിയേറ്റർ ആണ് ഇപ്പൊ വന്നേക്കുന്നത് ബ്രദറിന്റെ കൂടെ. कि उसी प्रकार एक निगोशिएटर आया हुआ आपके साथ. അവൻ വന്നാൽ മതി പോരോടാൻ തുടങ്ങും. वो आएगा तो जो है वो दुष्ट आत्मा भागने लगेंगे. എന്റെ കൂടെ വരണേ. आप मेरे साथ आना. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഇമ്പോസിബിലിറ്റീസ്, പോരാട്ടം മാത്രമല്ല ഇമ്പോസിബിലിറ്റീസ് Amen. പോലും
आपके सामने जो खड़ा हुआ चुनौती नहीं है, जो असंभव बात है उसे भी റബദന ഹഷ്ബല റബസഖറബ. എനിക്ക് കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. ഫറവോന് ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് പിടിക്കാൻ ചെന്നപ്പോ कि मैं देखता हूँ कि फरोन जो है इस्राएलियों को पीछे करके जब पकड़ने को देखा, യഹോവ മേഘത്തിൽ നിന്നൊന്ന് നോക്കി कि पिता ने जो मेघ में से देखा, കൽപ്പിച്ചോ, उसने क्या आज्ञा दिया, ശാസിച്ചോ? उसने डांटा. ദൈവം ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ടിരുന്ന ദൈവം ചുമ്മാ ഫറവോനെ ഒന്ന് നോക്കി. इस्राएल को जो देखने वाला परमेश्वर ने फरोन को देखा. ഫറവോൻ പേടിച്ചു എന്നല്ല ഇവിടെ എഴുതിയേക്കുന്നത്. कि वहाँ फरोन डरा बोल के नहीं लिखा है. ഫറവോന്റെ രഥചക്രം പിന്നെ മുന്നോട്ട് പോകത്തില്ല. कि फरोन का जो रथ है जो आगे नहीं जा रहा है. ഹലോ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന പോര് മാത്രമല്ല തീരുന്നത്, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ഫിസിക്കൽ വേൾഡിലെ സാധനങ്ങൾ വഴിമാറി നിൽക്കാൻ തുടങ്ങും. അവനൊന്ന് നോക്കിയാൽ आमीन. आपके जो विरुद्ध में खड़ा हुआ शक्ति ही नहीं, उसके जो फिजिकल में जो भी आपके विरुद्ध है वो सारे हट जाएंगे यदि परमेश्वर आपकी ओर देखेगा तो. സങ്കീർത്തനക്കാരൻ പറയുന്നത്, भजन संहिता में कहता है അയ്യോ മലകളെ നിങ്ങൾക്ക് എന്നാ പറ്റി? कि पहाड़ों तुझे क्या हुआ है, നിങ്ങൾ എന്തിനാ ഈ തുള്ളിച്ചാടുന്നേ? तू क्यों उछल कूद रहा है, ചെങ്കടലെ നീ എന്ത് പറ്റി പിളർന്നു പോവാൻ? कि लाल समुद्र तुझे क्या हुआ, तू दो भाग हुआ, യോർദാനെ നീ എന്നെ ഓടിപ്പോന്നേ? यॉर्दन तू क्यों भाग जा रहा है. ഈ ദൈവത്തിന്റെ ये जो परमेश्वर ശാസനയിലല്ല, സന്നിധിയിൽ आमीन आमीन आमीन, उसके डांटने से नहीं उसके सन्निधि से होता है. അവൻ വന്നാൽ യോർദാൻ ഓടുമെന്ന്. आमीन. यदि वो आएगा तो यॉर्दन भागेगा. ആ സെയിം റാങ്കിലുള്ള ഒരാള് ഇന്ന് എന്റെ കൂടെ വരുവോ? कि वो सेम रैंक का एक व्यक्ति आज मेरे साथ आएगा. പഴയ നിയമത്തിൽ അത് ചെയ്ത पुराने नियम में वो जो किया. യൂദയുടെ ലേഖനത്തില് यूदा का चिट्ठी ഒരു में വാക്കുണ്ട്. एक आयत है, അത് പഴയ ബൈബിളുകളിലൊന്നും കറക്റ്റ് ആയിട്ടല്ല എഴുതിയേക്കുന്നത്. वो पुराना बाइबल में करेक्ट नहीं लिखा. എനിക്ക് തോന്നുന്നു 2013-14 എങ്ങാണ്ട് ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഏറ്റവും റിവൈസ്ഡ് എഡിഷൻ റിലീസ് ചെയ്തു. നെസ്ലെ ആൻഡ് ആലൻ എഡിഷൻ 28. नेस्ले एलन का जो एडिशन 28 जो नया रिलीज किया, അതുവരെ 27 ആയിരുന്നു. तब तक 27 था. 28 കാത്തലിക് എപ്പിസിൽസിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. എന്ന് വെച്ചാൽ ജനറൽ എപ്പിസിൽസ്, പീറ്റർ, ജെയിംസ്, ജൂഡ്, അതിന് മാത്രമേ വേരിയേഷൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്ഡേറ്റ് ചെയ്തത് ഈ ജനറൽ എപ്പിസിൽസ് മാത്രമേ ഉള്ളൂ. जो अपडेट जो किया वो जनरल एपिसोड जो किताबें वही था. അതിനകത്ത് ഒരു ചേഞ്ച്, उसमें से एक चेंज, എന്നുവെച്ചാൽ ബൈബിൾ ചേഞ്ച് ചെയ്തതല്ല, കുറെ കൂടെ പഴയ മാനുസ്ക്രിപ്റ്റ്സ് ഇന്ന് നമുക്ക് കിട്ടി. അപ്പം പണ്ട് ശരിക്കും എന്തോ എഴുതിയിരുന്നതെന്ന് നമുക്ക് കുറെ കൂടെ മനസ്സിലായി. ആ ചേഞ്ചസ് ആണ് ഇപ്പൊ വരുത്തിയേക്കുന്നത്. क्यों बाइबल चेंज नहीं किया कि पुराना जो लिखा हुआ चीज से और भी मिला, तो उसमें सही शब्द क्या लिखा था वो अभी आज में इसमें है. അപ്പൊ യൂദയുടെ ഒരു അധ്യായമേ ഉള്ളൂ. അതിന്റെ 6ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. उसमें एक ही अध्याय, उसका 6ठे बात में इस प्रकार कहता है. 5 മുതൽ ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? उसके 5 से जरा पढ़ेंगे क्या? 4ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Verse 4. യൂദയുടെ ലേഖനമല്ലേ? ഒരു സെക്കൻഡ്, മലയാളത്തിൽ 5ാം വാക്യം തന്നെ കറക്റ്റ്. 5 വായിച്ചോ. ഓക്കെ. കർത്താവ് ജനത്തെ എന്നായിരുന്നു പഴയ വേർഷൻസിലൊക്കെ എഴുതിയ. ലോർഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. പുതിയ ട്രാൻസ്ലേഷൻസ്, നിങ്ങൾക്ക് 2013 കഴിഞ്ഞ് ഉണ്ടായ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ്, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ, ലെഗസി സ്റ്റാൻഡേർഡ് വേർഷൻ, ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ അവിടെ എഴുതിയേക്കുന്നത് ജീസസ് ഹു ഡെലിവേർഡ് എ പീപ്പിൾ ഫ്രം എ ഫോൾഡ് എന്ന് എഴുതിയേക്കുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ ESV ഉണ്ടോ? ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ഉണ്ടോ? ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടോ? ഇല്ല. എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, പക്ഷേ ESV ഇല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ദ ലോർഡ് ഹു ഡെലിവേർഡ് എന്നല്ല, ജനത്തെ വിടുവിച്ച കർത്താവ് എന്നല്ല, ജനത്തെ വിടുവിച്ച യേശു അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് എഴുതിയേക്കുന്നത്. कि अगर आपके पास ESV बाइबल है तो उसमें इस प्रकार लिखा है परमेश्वर नहीं बोला, यीशु ने उनको नाश किया. അപ്പൊ അവിടെ ആരെ പറ്റിയാ സംസാരിക്കുന്നത്? वहाँ किसके बारे में बात करता है? പിതാവിനെ പറ്റിയല്ല, पिता के बारे में नहीं, യേശുവിനെ പറ്റിയാ. यीशु के बारे में. എന്നിട്ട് ആ യേശുവിനെ പറ്റി അടുത്ത വാക്ക് 6ാമത്തെ വാക്യം എന്താ പറയുന്നതെന്നറിയോ? उसके बाद में उसके अगले आयत में क्या कहते हैं 6ठे में? വാഴ്ച കാത്തുകൊള്ളാഞ്ഞ
ആ ദൂതന്മാർ എന്ന് കൊടുത്തേക്കുന്ന വാക്ക് ആർക്കേ എന്ന വാക്കാണ്. कि वो जो दूत की जो बात किया हुआ है उसके नाम है आर्केल दिया हुआ है. എന്നുവെച്ചാൽ ആർക്ക് ഏഞ്ചൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? आपने आर्क एंजल सुना होगा, പ്രധാന ദൂതന്മാര്. जो प्रधान दूत था, എന്നുവെച്ചാൽ ദൂതന്മാരുടെ ഒക്കെ ബോസ് ദൂതന്മാര്. जो स्वर्गदूतों का भी बॉस जो था, മിഖായേല്, ഗബ്രിയേൽ, ലൂസിഫർ, അങ്ങനെയുള്ള ഹൈ ലെവലിലെ ആർക്ക് ഏഞ്ചൽസ്. ये जो हाई लेवल का जो आर्क एंजल्स था, അവരെ യേശു എന്ത് ചെയ്തു എന്നാ പറയുന്നത്? തന്റെ വാഴ്ച കാത്തുകൊള്ളാഞ്ഞ ദൂതന്മാരെ എന്ത് ചെയ്തു? മേജറായ ഭയങ്കര പവർഫുൾ ആയ ഏഞ്ചൽസിനെ യേശു അവർക്ക് നേരെ യുദ്ധത്തിന് പോയെന്നല്ല പറഞ്ഞ് അവരെ എല്ലാം കൂടെ പിടിച്ച് കെട്ടിയെടുത്ത് ഇരുട്ടിനകത്ത് ഇട്ട് കളഞ്ഞു. तो ऐसा नहीं बोला कि जो बड़े बड़े जो आर्कएंजल्स थे उनके विरुद्ध में यीशु युद्ध करने गया, वो इस प्रकार से उन सबको लेके जंजीरों बांध के अंधेरे में डाल दिया. മിഖായേലിന്റെ ലൂസിഫറിന്റെ ഒക്കെ റാങ്കിൽ ഉണ്ടായിരുന്ന ദൂതന്മാരെ യേശു യുദ്ധമൊന്നും ചെയ്തില്ല, ചുമ്മാ പിടിച്ച് കെട്ടിയിട്ടെന്ന്. ऐसा नहीं कि मिखाइल और उसके रैंक में जो दूत थे उनके साथ युद्ध करने नहीं गए, उनको ऐसे पकड़ के बांध के डाल दिया. അതുകൊണ്ട് താഴെ പറയുന്ന ഭൂതങ്ങൾ വിറയ്ക്കുന്നെന്ന്, കാരണം അവരുടെ ബോസന്മാരെ ചെയ്ത. इसके लिए नीचे कहते हैं कि जो दुष्ट आत्मा है वो डरते हैं क्योंकि उनके बॉस को बांध के रखा है. യുദ്ധമില്ല, ചുമ്മാ പട്ടിയെ പിടിച്ച് കൂട്ടിനകത്ത് ഇടുന്ന പോലെ പിടിച്ചെടുത്ത് ഇട്ട് കളഞ്ഞെന്ന്. हमें युद्ध नहीं है, जैसे कुत्ते को पकड़ के डालते उस प्रकार पकड़ के डाला है. അവൻ വന്നാ വിറയല. आमीन. वो आएगा तो कांपेगा. അവനെ പോലെ ഒരുവൻ, उसके समान एक व्यक्ति നിന്റെ കൂടെ വരുമെന്ന്. वो तेरे साथ आएगा. നീ ശാസിക്കണ്ട, നീ കേറി നിന്നാൽ നിന്റെ കൂടെ അവൻ ഉണ്ടെങ്കിൽ कि तुझे उसको डांटना नहीं पड़ेगा यदि वो तेरे साथ है तो. എന്തിനാണെന്നറിയോ അവൻ വരുന്നേ? क्यों वो आ रहा है? ഒരു കാര്യവും കൂടെ ഉണ്ട്. एक बात है, അവൻ വന്നില്ലെങ്കിൽ, यदि वो नहीं आए, അവന് സെൻസിറ്റീവായി നമ്മൾ നിന്നില്ലെങ്കിൽ, अगर उसको सेंसिटिव में हम नहीं खड़े रहे, നമുക്ക് യേശു നമുക്ക് വേണ്ടി ചെയ്തു തന്നതിന്റെ റേഞ്ച് മനസ്സിലാവത്തില്ല, ഉപയോഗിക്കാനും ഒക്കത്തില്ല. तो हमें हमारे लिए यीशु ने क्या किया है ना हमें समझ में आएगा ना उसको उपयोग कर पाएगा, കാരണം അതൊക്കെ അത്ര വലിയ സാധനങ്ങളാ. क्योंकि वो उतनी बड़ी बातें हैं മനുഷ്യരെന്ന് പറയുന്നവർക്കൊന്നും മനസ്സിലാവാൻ ഒക്കാത്ത വലിയ സാധനങ്ങളാ. कि इंसान जो बोलते हैं उसको नहीं समझ सकते, वैसी बड़ी बातें. അത്തിമരത്തോട് നോക്കിയിട്ട് പറയാം, ഇനി ആരും തിന്നണ്ടെന്ന് പറഞ്ഞ് പോയി, ഉണങ്ങിപ്പോയി. कि अंजीर के वृक्ष को बोला कि अभी कोई मत खा बोल के वो बोल के गया. കൊടുങ്കാറ്റിനോട് കൊടുങ്കാറ്റ് ശാന്തമായി. तूफान को बोला चुप तो शांत हो गया. ആ റേഞ്ചിലെ സാധനങ്ങളൊന്നും ശിഷ്യന്മാർക്ക് അന്നും അറിഞ്ഞിട്ടില്ല. യേശു മരിക്കുന്നത് വരെ അവരെ കൊണ്ട് കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. तब तक वो चेलों को समझ में नहीं आया और यीशु का मृत्यु तक ना उनको रोक पाया. ഇടയ്ക്കൊക്കെ ഹീലിംഗ് മിനിസ്ട്രി ഒക്കെ നടക്കും, പക്ഷെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ അവർക്ക് അറിയത്തില്ല. बीच बीच में चंगाई होता है लेकिन आंधी तूफान को रोक नहीं पाए. യേശു പറയാ, यीशु कहता है ഞാൻ പിതാവിന്റെ അടുത്ത് പോവാ, मैं पिता के पास जा रहा हूँ, എന്നെ പോലൊരുവൻ വരും, मेरे समान एक जन आएगा. നിനക്ക് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ വരുന്നുണ്ട്. तेरे लिए निगोशिएट करने के लिए एक व्यक्ति आ रहा है. അവൻ നിന്റെ കൂടെ നിന്നാ തന്നെ പ്രശ്നമായി എതിരാളിക്ക്. कि वो तेरे साथ खड़ा रहेगा तो तेरे विरुद्ध जो है उसको समस्या होगा. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ചില ലോയർമാര് കേസ് എടുത്തു എന്നറിഞ്ഞാൽ ഏതൊരു ലോയർ വാദിക്കാൻ വരത്തില്ല, ഓടിപ്പോ. आपको पता कोई बड़े बड़े एडवोकेट है कि उसका नाम सुनेगा तो दूसरे जो भाग जाते हैं. അയ്യോ, അയാള് വാദിക്കുന്ന കേസ് ഞാൻ എന്തോ ചെയ്യാനാ, ഞാനില്ല, എനിക്ക് നാണക്കേടാ, ഞാൻ വാദിക്കത്തില്ല, ഒന്നുമില്ല. आमीन आमीन हालेलुया. ധാരാ വരുന്നറിയോ? ദൈവം വാദിക്കാൻ വരുന്നെന്ന്. ये कौन आ रहा है? परमेश्वर आपका केस लड़ने आ रहा है. പക്ഷെ ദൈവം നിന്റെ ശത്രുവിനോട് മാത്രമല്ല വാദിക്കുന്നേ. परमेश्वर आपके शत्रु से ही नहीं करता है. ഈ കോടതി കയറുമ്പോഴേ जब कोर्ट में जाते हैं ഈ ലോയർ പറഞ്ഞു കൊടുക്കും അവിടെ എങ്ങനെ പറയണമെന്ന്. ये लॉयर कहता है आपको कैसे कहना है, അല്ലേ? है कि ഈ नहीं? ലോയർ കള്ളം പറയാൻ പഠിപ്പിക്കത്തില്ല, ये जो लॉयर है झूठ बोलने नहीं सिखाएगा, പക്ഷെ സത്യം എന്തുവാന്ന് നമ്മളെ പഠിപ്പിച്ചു തരും. लेकिन सच्चाई क्या है वो हमें सिखाएगा. आमीन. നമ്മൾ കണ്ടത് നമുക്കറിയാം, हमने जो देखा वो हमें पता है, പക്ഷെ കാണാപ്പുറമുള്ള ഒരു സത്യമുണ്ട്. जो हमने नहीं देखा वो एक सच्चाई है. അത് നമുക്ക് പറഞ്ഞു തരാനൂടെ ഈ ലോയർ വരുന്നേ. वो हमें बता के देने के लिए लॉयर आता है. അതാ യേശു പറഞ്ഞു, അവൻ വന്ന സകല സത്യത്തിലും വഴി നടത്തും. इसके लिए बोला कि आमीन आमीन हालेलुया. वो जब आएगा तो सारे सच्चाई से तुझे चलाएगा. പിന്നെ നമ്മൾ കോടതിയിൽ ചെന്ന് പപ്പ അടിക്കത്തില്ല. फिर हम कोर्ट में जाके कुछ भी नहीं बोलेंगे. പിന്നെ നമ്മൾ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ കോൺഫിഡന്റ് ആയിട്ടായിരിക്കും വരുന്നേ. उसके बाद जब हम नेगोशिएशन टेबल में आएंगे तो एकदम कॉन्फिडेंट रहेंगे. കാരണം എനിക്ക് യേശുവിൽ വിശ്വസിക്കുന്ന എനിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത് നീതിയുടെ ബോധമാണ്.
क्योंकि जब मैं यदि यीशु में विश्वास करते तो पवित्र आत्मा मुझे धार्मिकता का सोच देता है। അപ്പൊ എനിക്കറിയാം it is right for me to have this healing. आमीन आमीन। तो मुझे समझ में आता है कि ये मेरे लिए सही है कि ऐसा एक अनुभव करना। I am not begging for it. मैं कोई भीख नहीं मांग रहा हूँ। It is my right because Jesus paid it in full. आमीन। ये मेरा हक है क्योंकि यीशु मसीह ने पूरा भरा हुआ है। എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? आप मेरे साथ है क्या? ആ നാമത്തിൽ കൽപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ക്വാളിഫൈഡ് ആണെന്ന് ബോധം തരാൻ തുടങ്ങും. उस नाम से मैं आज्ञा दे सकते, उसके लिए मैं क्वालिफाइड हूँ। അതെന്റെ ബലത്തിലല്ല, वो मेरे बल में नहीं है, എന്റെ യോഗ്യതയിലും അല്ല, वो मेरे योग्यता में नहीं है, നാമത്തിന്റെ റോയൽറ്റി അത്. वो नाम का रॉयल्टी है। പക്ഷെ അതൊന്നും എന്റെ തലയിൽ കയറത്തില്ല. അത് വേണമെങ്കിൽ ഈ നെഗോഷിയേറ്റർ കൂടെ വന്നാലേ ഒക്കത്തുള്ളൂ. वो मेरे सिर में नहीं जाएगा। वो अगर वो समझना है तो निगोशिएटर मेरे साथ होना चाहिए। ആ നെഗോഷിയേറ്റർ വന്നാല് वो निगोशिएटर आएगा तो നിങ്ങള് പിന്നെ ഭിക്ഷ യാചിക്കുവല്ല, आमीन। ഇത് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ദൈവനീതിയാണെന്ന ബോധം വരാൻ തുടങ്ങും. फिर आप भीख नहीं मांगे, ये जो आपको मिलना है आपका हक है, वो आपको एहसास होगा। ഞാൻ പറഞ്ഞു തുടങ്ങിയില്ലേ, मैं बोला ना, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോ यीशु के नाम से जब प्रार्थना करेंगे ദൈവത്തിന് കരുണ തോന്നേണ്ട ആവശ്യമില്ല, നീതിയാ തോന്നുന്നേ. कि परमेश्वर को दया नहीं धार्मिकता लगता। आमीन। നിങ്ങൾക്ക് കരുണ തോന്നുമോന്ന് സംശയം തോന്നാം, आपको शक होगा कि दया मिलेगा कि नहीं। പക്ഷെ ദൈവം നീതിമാനാകത്തില്ല എന്ന് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? आपको कभी ऐसा लगा कि परमेश्वर धार्मिकता नहीं करेगा? Can you imagine God being unrighteous? क्या आप सोच सकते कि परमेश्वर अधर्म की चीजें करेंगे? Then how can he not respond to the name Amen, of Jesus? amen, yes. It is his righteousness that Amen. he has to respond. तो किस प्रकार है जो यीशु का जो नाम है उसका धार्मिकता है, उसको उत्तर नहीं देगा। നിങ്ങൾ എത്ര പേരുടെ കൂടെ വരുന്നുണ്ട്? आप में से कितने लोग मेरे साथ आ रहे हैं? കുറച്ച് വെള്ളം കയറ്റണോ? കുറച്ച് ഡൈല്യൂട്ട് ആക്കണോ? और क्या और उसको कुछ हल्का करना है? കുറച്ച് പേരുടെയൊക്കെ തലയിൽ ചുമടിരിക്കുന്ന പോലെയാണ് നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. कुछ लोगों के सिर पे बोझ रखे उस प्रकार मुझे लगता है। പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആത്മാവിനൊപ്പം നടക്കാൻ തുടങ്ങിയാൽ, मैं लेकिन आपसे कहते यदि आप आत्मा से चलेंगे മലകൾ നിങ്ങളുടെ മുമ്പിൽ വഴിമാറാൻ തുടങ്ങും. कि पहाड़ आपके सामने से हट जाएंगे। അവൻ വന്നാ മതി, उससे सिर्फ आना है। आमीन। ക്രിയേറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. वो एकदम अद्भुत कार्य करेंगे। എനിക്ക് കാണാവുന്ന ഒരു വെളിപ്പാടുണ്ട്. ഈ MRI മെഷീനകത്തോട്ട് കയറ്റുമ്പോഴേ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം, അതുവരെ നമ്മുടെ സെൽസിനകത്തുള്ള ആ റെസണൻസ് വേറെ ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കും സെൽസ് കിടക്കുന്നത്. ഈ മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് സിസ്റ്റത്തിലോട്ട് കയറുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇറങ്ങിയിട്ട് നോർമലായ സെൽസ് എല്ലാം ഒരേ ഡയറക്ഷനിലോട്ട് അങ്ങ് അലൈൻഡ് ആവും. അതുപോലെ അവൻ ആത്മാവ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ അലൈൻഡ് ആവേണ്ടതെല്ലാം നേരെ അങ്ങ് അലൈൻഡ് ആവാൻ തുടങ്ങും. നിങ്ങളോട് ചിലരോട് ദൂത ഇനി പറയുന്നേ, അവൻ കുരുങ്ങിക്കിടക്കുന്ന നിന്റെ വഴി ഹൈവേ ആയിട്ട് മാറാൻ തുടങ്ങുകയാ. അവൻ ഊരത്തില്ലെന്ന് പറഞ്ഞത് സ്വർഗം ഊരി നിരപ്പാക്കാൻ പോവാ. कि मैं आपसे वाणी कहते यदि परमेश्वर की आत्मा उतरते हो अगर आपके साथ है तो जो तितर भीतर है, जहां उसको सीधा होना है वो सीधा हो गया, और जहां आप भटकते रहे, जहां आप भटक रहे वहां से भटकना बंद होके आपको जो रास्ता एक नॉर्मल हाईवे बन जाएगा। ഹല്ലേലൂയ. പക്ഷേ പറഞ്ഞല്ലോ, നമുക്ക് യേശുവിനെ പറ്റിയുള്ള ധാരണ, പിതാവിനെ പറ്റിയുള്ള ധാരണ എന്ത് ചെയ്യണം? മാറണം. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവത്തെ പറ്റിയുള്ള ധാരണ മാറണം. लेकिन हमारा जो परमेश्वर के ऊपर जो है, यीशु के ऊपर जो सोच है, वो परिज्ञान को हमें बदलना है। അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇസ്മായിലിനെ ഉണ്ടാക്കാനുള്ള ബൈപ്പാസ് ഉണ്ടാക്കിക്കൊണ്ട് तो हम क्या करेंगे? इस्माइल को बनाने वाला बाईपास बनाएंगे। എങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പ്രാർത്ഥിച്ച് നടന്നില്ല. ഇനി ബാങ്കുകാരോട് പോയി ചോദിക്കാം, എങ്ങനെയും എന്തേലും ഒക്കെ ചെയ്യാം, അതുവല്ലോ ഇങ്ങനെ പണയം വെക്കാം. ഇതൊക്കെയാ നീ യേശുവിനോടാ പറഞ്ഞേ, ചുമ്മാ നാണം കെടുത്തല്ലേ? आमीन हालेलुया। यदि नहीं हम क्या सोचेंगे फिर प्रार्थना किए नहीं, वो एक काम करते बैंक जाएंगे, नहीं तो लोन लेंगे। नहीं नहीं, तू परमेश्वर को शर्मिंदा मत कर, तूने यीशु के नाम से मांगा है। आमीन। He cannot but give it. वो नहीं, वो तुझे देगा ही। ഇന്ന് അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ദൈവം കരുണ തോന്നി അല്ല ഇത് ചെയ്യുന്നേ, ഇത് ദൈവത്തിന്റെ നീതിയാണ്. हमें ये समझना है कि उसके दया नहीं, ये परमेश्वर की धार्मिकता है, उसे करना ही होगा। ഹല്ലേലൂയ. हालेलुया। ഒരു പടിയും കൂടെ കയറ്റി പറയാം. मैं और एक कदम बढ़ के कहता हूँ। നമ്മൾ യൂദയുടെ ലേഖനം വായിച്ചില്ലേ? हमने यूदा का जो पढ़ा है 1:6. 1:6 അവിടെ എന്തോ വായിച്ചേക്കുന്നതെന്ന് നോക്കിക്കേ. 5-ാം വാക്യം ഞാൻ പറഞ്ഞല്ലോ, क्या लिखा है? The Lord who delivered a people.
जो परमेश्वर Jesus who delivered a people. यीशु जो लोगों को छुड़ाया, എന്നുവെച്ചാൽ ഒരു കാലത്ത് ഈ ജനത്തെ എല്ലാം രക്ഷിച്ച യേശു തന്നെ അവരെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. അങ്ങനെ എഴുതിയേക്കുന്നേ. ऐसा लिखा है कि एक समय जो यीशु ने इन लोगों को जो बचाया, उन्होंने क्या किया, एक समय के बाद उन्हें नाश किया. നിങ്ങൾ വിചാരിച്ചത് പിതാവാ നശിപ്പിച്ചെന്നല്ലേ? आपने सोचा पिता ने, അല്ലേ? പുതിയ നിയമത്തിലെ യേശു അയ്യോ ക്യൂട്ടാണ്, നൈസാണ്, അയ്യോ പാവമാണ്, ഇതാണ് നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്നത്. हमें लगता है कि नया नियम का जो यीशु है बहुत अच्छा है, क्यूट है. വചനം പറയുന്നത് സോദോം ഗോമോറയെ നശിപ്പിച്ചത് യേശുവാണ്. वचन कहते हैं सोदोम और गमोर को जो नाश किया यीशु ने, ഈ ഇസ്രായേൽ ജനത്തെ കേറ്റൂല്ല എന്ന് പറഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞത് യേശുവാ. कि यीशु ने है कि जो इस्राएल लोगों को प्रवेश करने नहीं देंगे बोल के नाश किया. അപ്പൊ നിങ്ങൾ വിചാരിക്കും പക്ഷെ പുതിയ നിയമത്തിൽ ഭയങ്കര സ്നേഹമുള്ള ആളാണല്ലോ. लेकिन नया नियम बहुत प्रेम बताता है. അതാരെയാ യേശു കാണിച്ചെന്നറിയോ? वो किसको यीशु ने दिखाया? പിതാവിനെ കാണിക്കാൻ वो വന്നു. पिता को दिखाना. आमीन, हालेलुया. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? നമ്മളെ ചിന്തിച്ചേക്കുന്ന പിതാവ് ഭയങ്കര ക്രൂരന്, യേശു നൈസ്. അല്ലല്ലല്ല, യേശുവിനെ എല്ലാത്തിനും പേടിയാ. യേശു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ക്യൂട്ടൊന്നും അല്ല. कि हमें ऐसा लगता है कि पिता क्रूर है और यीशु बहुत नरम नहीं, वैसा नहीं है. It doesn't say the son so loved the world that he gave himself. It says Amen. the Father. आमीन. yes. God Amen. so loved the world आमीन, that आमीन, he आमीन, gave his son. हालेलुया. इस प्रकार नहीं कहते कि पुत्र ने जगत से इतना प्रेम किया, ना ना ना, इस प्रकार कहते हैं पिता ने जगत से इतना प्रेम किया कि पुत्र को दिया. I'm telling you. आमीन. നിങ്ങൾ പിതാവിൽ നിന്ന് അകന്ന പലരും ജീവിക്കുന്നത് കാരണം പിതാവിനെ പേടിയാ. യേശു പാവമാണെന്ന് വിചാരം. അങ്ങനെയല്ല. ആമേൻ. നിങ്ങളെ യേശു എത്ര നിങ്ങൾ സ്നേഹിതനായി കാണുന്നോ അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാ പിതാവ്. कि आप जैसा यीशु के बारे में सोचते हैं, वैसा ही आप पिता भी आपसे प्रेम करते हैं. ഹലോ, എന്റെ കൂടെ വരണേ. आप मेरे साथ आइएगा. ഞാൻ നിങ്ങളോട് ഒരു ദൂതോടെ ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ. मैं आपसे और एक भविष्यवाणी देना चाहूंगा. ഈ പിതാവിന്റെ നൈസ്നെസ് നിങ്ങൾക്ക് കേൾക്കണോ? ये पिता का एक अच्छी बात आपको सुनना है. പണ്ടൊരിക്കൽ അബ്രഹാമിന്റെ അടുത്ത് ദൈവം ചെന്നു. कि बहुत पहले एक बार अब्राहम के पास परमेश्वर गया. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 6, 7, 8 വാക്യങ്ങൾ വായിച്ചേ. उल्पत्ति 15 का 6, 7, 8 जरा पढ़िएगा. സൽബഹര ഖാന ഹൽമനാസന ബനാശ റാദലര ഖനരബ ശംധനരബെ. പെട്ടെന്ന് വായിക്കണേ. ഈ ദൈവം പറഞ്ഞത് കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞത് അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. ദൈവം നീതിയായി കണക്കിട്ടു. അടുത്ത വാക്കൂടെ വായിച്ചേ, 7, 8. അപ്പൊ ദൈവം പറയുക, നിനക്ക് കുഞ്ഞിനെ തരുക മാത്രമല്ല, നിനക്ക് ഈ നാട്, ഈ ദേശം നിനക്ക് തരാൻ കൂടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 8-ാമത്തെ വാക്യം വായിച്ചേ. 8 आयत पढ़िए. അയ്യോടാ, 6-ാം വാക്യത്തിൽ കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞപ്പം വിശ്വസിച്ചു. कि 6ठे आयत में बच्चा देगा बोला तो विश्वास किया. ഭൂമി തരാമെന്ന് പറയുമ്പോൾ ഗ്യാരണ്ടി വല്ലതും ഉണ്ടോന്ന്. और जो बोला पृथ्वी देगा बोला तो बोला कुछ गारंटी है क्या? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? കേസേ ജാനൂംഗാ, ഹൗ വിൽ ഐ നോ, എങ്ങനെ അറിയാം, मैं कैसे जानूंगा? ഇങ്ങനെ ദൈവത്തെ അവിശ്വസിച്ച് ആരെങ്കിലും ഉണ്ടോ? ഒരു വിഷയം പറഞ്ഞപ്പോൾ ഭയങ്കര വിശ്വാസം, അടുത്ത വിഷയം പറഞ്ഞപ്പോൾ എങ്ങനെ അറിയാം. एक विषय बोलते विश्वास किया, दूसरा विषय बोलते हैं कि कैसे होगा. അങ്ങനെ ദൈവത്തെ ഞാൻ ചോദിക്കട്ടെ, വിശ്വസിച്ചപ്പോൾ ദൈവം നീതീകരിച്ചു. आमेन. അങ്ങനെയാണെങ്കിൽ അവിശ്വസിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യണമായിരുന്നു? आमेन. yes. ശിക്ഷ വിധിക്കണ്ടായിരുന്നോ? जब विश्वास किया तो परमेश्वर उसको धार्मिकता के लिए माना, तो जब अविश्वास किया तो उसको दंड देना था. ശരിയാണോ തെറ്റാണോ? सही है कि गलत है? ദൈവം എന്താ ചെയ്തെന്നറിയാമോ? परमेश्वर ने क्या किया पता आपको? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഒരു ഉടമ്പടി ചെയ്യാം. कि अब्राहम के साथ बोला कि मैं तेरे साथ एक वाचा बांधता हूँ. കുറെ മൃഗങ്ങളെ മുറിച്ചു വെക്കാൻ പറഞ്ഞു. बोला कुछ जानवरों को काट के रख. എന്നിട്ട് അബ്രഹാം ഒരു കരാറുണ്ടെങ്കിൽ 2 പേര് വേണ്ടേ? कि अगर एक एग्रीमेंट है तो 2 जन होना चाहिए. പക്ഷെ അവിടെ ദൈവം താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് കയറാൻ ഒക്കുന്നില്ല. പക്ഷെ ദൈവം പറയുക, ഈ മൃഗങ്ങളെ കൊണ്ടുവന്ന് വെക്ക. എന്നിട്ട് അതിന്റെ നടുക്കൂടെ അബ്രഹാമും ദൈവവും കൂടെ അല്ല പോയത്, ദൈവം ഒറ്റയ്ക്ക് കയറി ഇറങ്ങി. क्यों जानवरों के रखा उसके साथ अब्राहम और देव परमेश्वर एक साथ नहीं किया, परमेश्वर अकेला उसमें से चला. ഈ ബ്ലഡ് കവണന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കവണന്റ് ദൈവം ഉണ്ടാക്കിയപ്പോൾ, എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊക്കെ പരിചയമുള്ളവരായിരിക്കും, ഇതിന്റെ പ്രത്യേകത, ഇഫ് യു ബ്രേക്ക് ദിസ് കവണന്റ് യു വിൽ ഹാവ് ടു ഡൈ. कि जो लहू का जो वाचा जो बांधता है वो आप शायद जानता होगा कि अगर आप लहू का वाचा को अगर आप तोड़ता है तो आपको मरना है.
ഈ മൃഗങ്ങളെ മുറിച്ച് പിളർത്തുന്നത് പോലെ ഇതിന്റെ നടുക്കൂടെ നടക്കുന്നയാള് അത് തെറ്റിച്ചാൽ അയാളെ പിളർന്നു കളയും. ये जो काट के रखा हुआ जानवरों के बीच में से जो चल रहा व्यक्ति, अगर ये व्यक्ति ने इस वाचा को तोड़ा तो इसे भी ऐसे काट देंगे. പക്ഷെ അബ്രഹാം നടന്നോ? क्या अब्राहम चला? क्या नहीं. ആരാ നടന്നേ? आमीन. कौन चला? ഒരുത്തൻ അവിശ്വാസത്തിൽ നിന്ന് ചോദിച്ചതാ ഭൂമി തരും, എങ്ങനെ ഉറപ്പുണ്ടെന്ന് ചോദിച്ചപ്പോ ദൈവം അവനെ ശിക്ഷിക്കേണ്ടതായിരുന്നു. തിരിച്ച് ദൈവം പറയാ തന്നില്ലേ, ഞാൻ മരിച്ചോളാമെന്ന്. आमीन. हालेलुया. एक व्यक्ति को बोला कि मैं पृथ्वी देगा, तो उसने अविश्वास किया तो परमेश्वर उसको दंड देना चाहिए था, लेकिन परमेश्वर ने बोला यदि नहीं दिया तो मैं मर जाऊंगा. आमीन. ഒരുവന്റെ വിശ്വാസത്തോട് ദൈവം പ്രതികരിക്കുന്ന എനിക്ക് മനസ്സിലാവും. പക്ഷെ ദൈവം സ്നേഹിക്കുന്ന ഒരുത്തൻ അവിശ്വാസം പറഞ്ഞിട്ട് അവനോട് ഞാൻ നിനക്ക് വേണ്ടി മരിച്ചോളാമെന്ന് ആരാണെന്നേ പറയുന്നേ? जो विश्वास करते उसके लिए परमेश्वर करो तो मैं समझ सकते, जो अविश्वास करेगा तो उसके लिए बोलते मैं तेरे लिए मर जाऊंगा. ऐसा कौन करेगा? ദൈവം ഒത്തിരി നല്ല ദൈവമാ. कि परमेश्वर बहुत बड़ा परमेश्वर. आमीन. ഈ അബ്രഹാമും കൂടെ നടന്നായിരുന്നെങ്കിലുണ്ടല്ലോ, ये अब्राहम भी साथ में चलता तो ഈ ഭൂമി കിട്ടാതിരിക്കാൻ അബ്രഹാമോ അബ്രഹാമിന്റെ സന്തതിയോ കാരണമായാൽ ദൈവം ഫ്രീ ആയേനെ. कि अगर ये पृथ्वी नहीं मिलने के लिए अब्राहम है उसका संतान अगर उसका कारण बन जाता तो परमेश्वर उसमें से छूट जाता था. Maybe, I don't know. പക്ഷെ സംഭവിച്ചത് എന്നാന്നറിയോ? लेकिन हुआ क्या पता है? വർഷങ്ങൾ കഴിഞ്ഞു, सालों बाद ഭൂമി കൊടുത്തു, पृथ्वी दिया. പക്ഷെ ഇവര് വിഗ്രഹാരാധനയും ഇവര് കൊലപാതകവും മ്ലേച്ഛതയും എല്ലാം ചെയ്യാൻ തുടങ്ങി. इन्होंने मूर्ति पूजा और सारे प्रकार के दुष्टता करने लगे. അവസാനം ദൈവം ഇവരെ ഈ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്തു? ഈ ദേശത്തുനിന്ന് അടിച്ചിറക്കി. कि परमेश्वर ने क्या किया? उस देश से हटा दिया. ഒരു കൂട്ടര് അസിറിയയിലേക്ക് പോയി, വേറൊരു കൂട്ടര് ബാബിലോണിലേക്ക് പോയി, बाबिलोन में गया, इसराइल. ദൈവം പറഞ്ഞ എന്തായിരുന്നു? ഈ ഭൂമി നിന്റെ തലമുറയ്ക്ക് തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചോളാം. परमेश्वर क्या बोला? यदि ये जो पृथ्वी तेरे पीढ़ी को नहीं दूं तो मैं मर जाऊं. ദൈവം ഇവരെ ഇറക്കി വിട്ടു. परमेश्वर ने छोड़ दिया वहां से, ഇൻകോ ഭഗാ ദിയ. इनको भगा दिया. പൊട്ടിയില്ലേ പറഞ്ഞത്? जो ദൈവം बातें बोला പറഞ്ഞത് वो टूट പൊട്ടിയില്ലേ? गया. जो परमेश्वर का वाचा टूट गया. എന്താ ചെയ്തെന്നറിയോ? 2000 വർഷം മുമ്പ് तो आपको पता മനുഷ്യനായിട്ട് അവൻ ഇറങ്ങി വന്നു, वो इंसान बन के उतर आया, ക്രൂശിൽ മരിച്ചു. क्रूस पे मरा. എന്ത് ചെയ്തെന്നറിയോ? क्या किया? ഇനി അബ്രഹാമിന്റെ സന്തതി ഒരിക്കലും ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരാതെ നിത്യ കനാൻ അവർക്ക് ഒരുക്കാൻ വേണ്ടി. ഒന്ന് ആലോചിക്കണം, ഒരുത്തൻ ചോദിച്ച സംശയത്തിനുള്ള ദൈവത്തിന്റെ പ്രതികരണമാ സ്വന്തം കുമാരനെ യാഗമർപ്പിച്ച് അബ്രഹാമിന്റെ തലമുറയ്ക്ക് എന്നേക്കുമായി ആ ഭൂമി ലഭിക്കുവാൻ ദൈവം ഇറങ്ങി തിരിച്ചത്. Come on, talk to me. ഇത്ര നല്ലൊരു ദൈവത്തെ നീ സംശയിച്ചതിനു വേണ്ടി അവൻ ജീവൻ മണയം വെക്കുന്ന ആരാണെന്നേ ഭൂമിയിലുള്ളത്? आपको समझना है, एक व्यक्ति ने जब शक पूछा तो परमेश्वर ने स्वयं अपने बेटे को उसके लिए भेज दिया कि अपने बेटे को पृथ्वी में भेजा कि ताकि वो आपके लिए मरे और जो एक हमेशा का नित्य रहने वाला जगह आपके लिए तैयार कर पाए. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ, അങ്ങേ പോലെ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവേ ചാരുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാർവേ ചാരുന്നു ഞാൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, मैं आपसे कहना चाहता हूँ, ദൈവത്തിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. परमेश्वर आपसे बहुत प्रेम करते हैं. ദൈവം അബ്രഹാമിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് कि परमेश्वर ने अब्राहम को पसंद किया, ഇയാൾ സംശയിച്ചിട്ട് പോലും उसने शक
करने के बावजूद എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചതിന് ദൈവം കൊടുത്ത മറുപടിയായിരുന്നു कि कैसा मिलेगा उसके लिए परमेश्वर ने उत्तर दिया। അത്രയ്ക്ക് നല്ലൊരു കർത്താവിന്റെ അടുത്ത് നിങ്ങൾ വരുന്നത്. इतना अच्छा परमेश्वर के पास आप आ रहे हैं। आमीन, हालेलुया। നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ദൂതനെയല്ല വിട്ടത്, യേശുവിന്റെ റാങ്കിലുള്ള ദൈവം തന്നെ ഇറങ്ങി വരുവാ നിങ്ങളുടെ നെഗോഷിയേറ്റർ ആവാൻ. कि आपकी समस्या को सॉल्व करने के लिए कोई दूत को नहीं, कि परमेश्वर का सेम रैंक का एक को भेजा है। നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ദൈവത്തിന്റെ പേരാ തന്നേക്കുന്നേ. आमीन, हालेलुया। हमें उपयोग करने के लिए परमेश्वर का नाम दिया है। പക്ഷേ എവിടെയൊക്കെയോ लेकिन कहीं कहीं സേറ തെറ്റിദ്ധരിച്ചതുപോലെ जैसे सारा ने गलत सोचा ദൈവം എന്റെ ഉദരം അടച്ചു, कि परमेश्वर ने मेरे कोख को बंद किया, ദൈവം ഇത് സൗഖ്യമാക്കത്തില്ല, परमेश्वर चंगा नहीं करेगा, ദൈവം എന്നെ ഇങ്ങനെ വിട്ടിട്ട് പോയി. परमेश्वर मुझे ऐसे छोड़ के गया। ഇന്ന് അതൊന്ന് പൊട്ടണം. आज वो टूटना। आमीन। അവൻ അവന്റെ നാമം നിങ്ങൾക്ക് തന്നു. उसने अपना नाम तुझे दिया। ആ നാമത്തിൽ എന്തും അഴിക്കാനുള്ള അധികാരമുണ്ട്. उस नाम से कुछ भी चीज को खोलने का अधिकार है। അവന്റെ കാര്യസ്ഥൻ വന്നാൽ उसका जब कार्यस्थ जब आएगा, ഈ ആത്മാവ് നോക്കിയപ്പോ രഥചക്രങ്ങൾ നിന്നുപോയി, ये जो आत्मा ने देखा तो जो रथ है रुक गया, മലകൾ ഓടാൻ തുടങ്ങി, कि पहाड़ भागने लगा, യോർദാന്റെ മേലൊടുക്ക് നിന്നുപോയി. कि योर्दान रुक गया। ആ ആളിപ്പോ നിങ്ങളുടെ കൂടെയുണ്ട്. वो अभी तेरे साथ है। നീ കോളേജിൽ പോകുമ്പോ നിന്റെ കൂടെ അവൻ വരുമെന്ന്, कि जब तू कॉलेज में हो तो तेरे साथ वो आएगा, നിന്റെ ബിസിനസ്സിൽ അവൻ വരുമെന്ന്, तेरे बिजनेस में वो आएगा। നിനക്കെതിരെ ചെയ്യുന്ന മന്ത്രവാദം ചെയ്യുന്ന ഭൂതം നിന്റെ പഞ്ചായത്തിൽ കയറത്തില്ല, പേടിച്ചോടിപ്പോവും. कि तेरे विरुद्ध में जो जादू टोना किया वो तेरे पंचायत में नहीं आएगा, वो भाग जाएगा। ഇന്ന് ആരോടോ ഞാൻ ദൂത പറയുന്ന നിനക്ക് നേരെ കെട്ടിയ കെട്ട് ആ പിശാച് നിന്റെ അടുത്ത് വരാൻ പേടിച്ചിട്ട് മാറി നിൽക്കുമെന്ന്. कि मैं किसी को भविष्यवाणी बोल रहा, तेरे विरुद्ध जो जादू टोना किया वो शैतान तेरे पास नहीं आ पाएगा, दूर हो जाएगा डर के। കെട്ടിവെച്ച കെട്ട് അവിടെ ഉണ്ടാവും, പിശാച് പക്ഷെ വർക്ക് ചെയ്യത്തില്ല. കാരണം നിന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നവനെ ആമേൻ അവൻ പേടിക്കുന്നു. ആമേൻ അവന്റെ മുട്ടിടിക്കുന്നവന്റെ തലമുറയാ നീ. आमीन, हालेलुया। क्योंकि वो बांध के रखा, वो बंधा हुआ वहां रहेगा, लेकिन वो तेरे सामने नहीं आएगा, क्योंकि वो स्वयं तेरे साथ उतर के बैठा है। സോ ഇന്ന് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? हम अपने आंखों को बंद करते हैं, ദൈവത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. कि परमेश्वर के बारे में जो हमारी गलत सोच है, गलत धारणा है, वो बदलने के लिए हम प्रार्थना करेंगे। ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിച്ച സംശയങ്ങൾ, कि परमेश्वर के प्रेम को जो शक किया, वो शक എന്തോ നടന്നോ നടന്നില്ലയോ എന്ന് വെച്ചിട്ട് ദൈവത്തെ നിങ്ങൾ സംശയിച്ചെങ്കിൽ, कुछ हुआ या नहीं हुआ बोल के अपने परमेश्वर को शक किया। I think Rani aunty told her testimony. मुझे लगता है कि रानी सिस्टर ने अपनी गवाही दिया रूठ गई उनसे कि दैवम रूठ गया है परमेश्वर। परमेश्वर नहीं, आंटी जी परमेश्वर से रूठ गई थी। आंटी जी परमेश्वर से रूठ गया, फिर भी वो नहीं रूठे. फिर भी वो नहीं रूठे। He still gave you a profitable deal. कि उसके बावजूद एक अच्छा डील दिया। ഇന്ന് ആരോടൊക്കെ ദൂത് പറയാനാ എനിക്ക് തോന്നുന്നേ, നീ ദൈവത്തോട് ഉടക്കിയാ കുറച്ചാ ഇരിക്കുന്നത്, പക്ഷെ എന്നിട്ടും നിന്നെ കളയാതിരിക്കുന്നത് അവന് നിന്നെ ഭയങ്കര ഇഷ്ടമായോണ്ടാ. ഇന്നൊന്ന് മടങ്ങി വന്നിട്ട് പറഞ്ഞു, യേശുവേ അവൻ നീ എന്നെ ഒന്ന് തൊടണമേ. कि आप परमेश्वर से रूठ के बैठे हैं, उसके बावजूद वो तुमसे बहुत प्रेम करता है। आज लौट आके बोलो, परमेश्वर मैं तुमसे प्रेम करता हूँ। നിങ്ങൾ എത്ര പേര് അങ്ങനെ പറയും? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് आप में से कितने लोग ऐसे कहेंगे? एक क्षण के लिए खड़े हो जाइए। ആവതില്ല ആർക്കുമേ അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ, ആവതില്ല ആർക്കുമേ സ്നേഹമേ സ്നേഹമേ അങ്ങേ മാർഗ്ഗം ചാരുന്നു ഞാൻ. സ്നേഹമേ സ്നേഹമേ അങ്ങേ മാർഗ്ഗം ചാരുന്നു ഞാൻ. ആരാധന ആരാധന
ചോദിക്കട്ടെ, എനിക്ക് ഈ സാക്ഷ്യം പറഞ്ഞ മോളുടെ പേരെന്തായിരുന്നു? ആ ഏരിയയില് ആരോടെ മേളില് ഐ തിങ്ക് ഇറ്റ്സ് യു, യോസേഫിനെ ദൈവം മാനിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് മന്ത്രിയാക്കിയതുപോലെ ഭയങ്കര സ്ട്രോങ് ആയി ഹെവി ആയി ദൈവത്തിന്റെ കരം അവിടെ വരുന്നത് എനിക്ക് കാണാൻ. उधर जो खड़ा कुछ लोगों के ऊपर बहुत बड़ा एक हाथ आज उतराने वाला है, जैसे जोसेफ के ऊपर उसको मंत्री बनाया वैसे एक हाथ आज ऊपर उतराने वाला है. ഞാൻ പറയണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞു പോയതാ, പക്ഷെ ഒത്തിരി സ്ട്രോങ് ആയിട്ടാണ് ദൈവം അത് കാണിക്കുന്നത്. मैंने पहले सोचा heavy नहीं ആയിട്ടാ बोला, ദൈവം लेकिन കാണിക്കുന്നത്. परमेश्वर का बहुत बड़ा एक अगुवाई मैं महसूस कर रहा हूं. എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കരം आपको एस्टैब्लिश करने वाला एक परमेश्वर का ഇവിടെ हाथ. പലരുടെ മേലും ആ വെള്ള ചുരിദാർ തൊട്ട് കൈപൊക്കി നിൽക്കുന്ന ആ ഒരു ഏരിയ തൊട്ട് ഇവിടെ ഈ ഫ്രണ്ട് നിൽക്കുന്ന ഈ ബ്രദർ ഈ ഏരിയയിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന ഒരു ഏരിയയില് ആരെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായി സ്വർഗം ഇറങ്ങുന്ന എനിക്ക് കാണാം. ഞാൻ കാണുന്ന ബാക്കിലുണ്ട് എനിക്ക് കാണാവുന്നത് അവൻ മുന്തിരിത്തോട്ടങ്ങളും അവനൊക്കെ നട്ട് നിങ്ങൾ അവിടെ സെറ്റിൽ ആകണമെന്ന് ജെറമായ പറഞ്ഞു. ജെറമായ 29 ദൈവം പറഞ്ഞു, I know the plans to give you hope and an expected end. അവൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കണം, അവിടെ കല്യാണം കഴിക്കണം, നിങ്ങൾ അവിടെ മുന്തിരിത്തോട്ടം നടണം, അങ്ങ് സെറ്റിൽ ആവണമെന്ന് പറയുന്ന പോലെ അവൻ കുറെ പേരെ സെറ്റിൽ ചെയ്യുവാനായി ദൈവത്തിന്റെ കരം നീങ്ങുന്ന എനിക്കറിയാം. यिर्मयाह को जिस प्रकार बोला कि यिर्मयाह को बोला कि मुझे पता है तेरे ऊपर एक योजना है. कुछ लोग बोलते हैं मुझे सेटल होना है, मुझे उधर ही रहना है, मुझे आगे बढ़ना है. परमेश्वर बोलते हैं मैं तुझे सेटल करने वाला है. ഒരു നിമിഷം ഞാൻ ചോദിച്ചോട്ടെ, एक क्षण के लिए मैं എന്റെ पूछूं, ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതി, मेरे दिल का सबसे बड़ा इच्छा, ശുശ്രൂഷിക്കുമ്പോൾ ഏറ്റവും വലിയ കൊതി, सेवकाई का सबसे बड़ा एक इच्छा, സൗഖ്യമൊക്കെ ആയിക്കോളും, वो चंगा सब होगा. പക്ഷേ യേശുവുമായിട്ടൊരു വല്ലാത്ത അടുത്ത ബന്ധം, ഒരു ഇന്റിമസി നിങ്ങൾക്ക് ഉണ്ടാവണം. कि सबसे बड़ा इच्छा चाहते हैं कि यीशु के साथ आपको एक अच्छा एक रिश्ता बनना है, एक इंटीमेसी आना है. അങ്ങനെ കൊതിയുള്ളവരൊന്നും മുന്നോട്ട് വരാം. वैसे जो चाहने वाले आगे आ जाइए. आमीन. മാത്രമല്ല ഡ്രൈ ആയി നിൽക്കുന്നു, ദൈവമായിട്ട് മുന്നോട്ട് വന്നിട്ട് आगे आ जाइए. ഡ്രൈ ആയി നിൽക്കുന്നവർ നിങ്ങൾക്ക് മുമ്പോട്ട് വരണ്ട എങ്കിലും നിങ്ങൾക്ക് വേണ്ടി കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് जो एकदम ड्राई हो गए आप आगे नहीं आ रहे, आपके लिए प्रार्थना करना चाहूंगा. അപ്പൊ ഈ അവിടുത്തെ ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോ നിങ്ങൾ നിൽക്കുന്ന രീതിയിൽ എനിക്ക് അകത്തോട്ട് കയറി കൈവെക്കാൻ ഒക്കത്തില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. സിമി ഫ്രണ്ടിലോട്ട് വരാമോ? സിമി ഇങ്ങ് വരാമോ? യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവാം. In Jesus' name. ദൈവത്തിന്റെ കരം ഈ ജനത്തിന്റെ മേൽ ചലിക്കണേ. അങ്ങേ മാർവിൽ ചാരുന്നു സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു വന്നിരിക്കുന്നവരില് जो आए वो लोगों के ऊपर എനിക്കറിയാം നിങ്ങൾ ആ കർത്താവായിട്ടുള്ള ഇന്റിമസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ വന്നേ. परमेश्वर के साथ में एक इंटीमेसी मिलने के लिए प्रार्थना करने പക്ഷെ അതോടൊപ്പം നിങ്ങൾക്ക് ഒരു രോഗശാന്തിയും കൂടെ വേണമെങ്കിൽ उसके ഹീലിംഗ് വേണ്ടി വരും. മാത്രം ഒന്ന് കൈവെക്കണേ. उसके साथ में किसी को चंगाई चाहिए तो हाथ उठाइए. ഓക്കേ,
അപ്പാ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ വെച്ച് ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. हम साथ में इन लोगों के ഈ लिए കരം ഉയർത്തിയവരുടെ മേൽ ദൈവിക സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. जितने लोग हाथ उठाया उनके ऊपर യേശുവിന്റെ प्रभु का നാമത്തിൽ सामर्थ उतरने दीजिए. സഖനദരമന ശൽഖനദരദന സീഖിനിയാദൽ यीशु नाम ഇപ്പോൾ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. ഈ ശരീരങ്ങളോട് इसी वक्त ഈ ശരീരങ്ങളോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. Bodies, I command you to be restored. Sukhanaraba shalkhanadana rakhanaraba ratana sakhanara shanadana. ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചത് സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ. यीशु नासरी के नाम എനിക്കറിയാം ദൈവത്തിന്റെ ശക്തി प्रभु का सामर्थ ും ബാക്കിലോട്ട് ചലിക്കുന്ന എനിക്ക് കാണാം. यीशु का सामर्थ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. यीशु അങ്ങനെ नासरी के സംഭവിക്കട്ടെ. नाम में രാജകീയമായ എന്തോ അവൻ പകരപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ കരം ചലിക്കണേ. അപ്പോ ലശകനരബ അബാ every single person here. നിങ്ങൾ ഇച്ചിരൂടെ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കാമോ? ഞാൻ കംഫർട്ടബിൾ അല്ല അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ കയറി പോവാൻ. സഹോദരന്മാരെ ഇച്ചിരി ഇങ്ങോട്ട് നിൽക്കാമോ? ഇച്ചിരി ഇങ്ങോട്ട് നിൽക്കാമോ? നിങ്ങൾ ഇച്ചിരി ഗ്യാപ്പ് തരണേ. आप थोड़ा जगह दे दीजिए ताकि पासवान बीच में से चल पाए. थोड़ा ഗ്യാപ്പ് देखिए रुकिए. ഇച്ചിരി സ്ഥലം വിട്ട് നിൽക്കണം പാസ്റ്ററിന് ഇടയ്ക്കൂടെ പോകാനായിട്ട്. आराधना Shake